ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയ പ്രാങ്ക് ഷോ പുതിയ പരിപാടിയിലേക്ക് സ്വാഗതം. ചിലപ്പം ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവും. കുസൃതി ചോദ്യം, PSC പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മളിത് അങ്ങനെ പോവാണ്. അപ്പോൾ അത് അവിടെ തന്നെ ഉണ്ട്. ഹലോ, പേരെന്താ? ആർദ്ര. ഓക്കെ, അപ്പോൾ ആർദ്ര, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം ഉള്ള ജില്ല ഏതാണ്? സ്റ്റേറ്റ് പറഞ്ഞാൽ മതി. അതെ, ഇവിടെ അല്ലേ കോപ്പി റൈറ്റ് ഉണ്ട്, നമ്മൾ കുറച്ച് ഇപ്പുറത്തേക്ക് വാ. അതെ, അല്ല തൊപ്പിക്കാരനല്ല. തൊപ്പിയാണോന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും കോപ്പി റൈറ്റ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ആൻസർ പറഞ്ഞാൽ എനിക്ക് അടുത്ത കർണാടക. റോങ് ആൻസറാണ്. നിങ്ങൾ പറയൂ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോം ഉള്ളത് എവിടെയാണ്? അതാണ് എൻ്റെ ഒരു PSC ക്വസ്റ്റ്യനാണ്. വേണമെങ്കിൽ കുസൃതി ചോദ്യമുണ്ട്. 2 ക്വസ്റ്റ്യൻ ഉണ്ട്. കിട്ടുമോ? ഉത്തർപ്രദേശ്. റോങ് ആൻസറാണ്. അതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ ഗോരഖ്പൂർ എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. മനസ്സിലായോ? ഗോരഖ്പൂർ. ഓക്കെ, അതാണ് PSC ക്വസ്റ്റ്യൻ. പിന്നെ കുസൃതി ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ എപ്പോഴും ഉപ്പിലിടുന്ന ഒരു വസ്തു ഉണ്ട്. എല്ലാ സമയത്തും ഉപ്പിലിടുന്ന വസ്തു അതെന്താണ്? കുസൃതി ചോദ്യം. ഉപ്പ്. ഓക്കെ, നിങ്ങൾ പറയും. അതെ, കുസൃതി ചോദ്യം. ഒന്നും കിട്ടിയില്ലെങ്കിൽ എൻ്റെ ചാനൽ നടത്തി വരുന്ന സംഭവമുണ്ട്. 4 വരി പാട്ട്. പെട്ടെന്ന് പരിപാടി. സിമ്പിൾ. വിനാഗിരി. റോങ് ആൻസർ. അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആൻസർ എന്താ വെച്ചാൽ സ്പൂണ്. ആ സ്പൂണാണ് എപ്പോഴും ഉപ്പിലിടുക. ഓക്കെ, അപ്പോൾ ഒരു പാട്ട് നിങ്ങൾ ആലോചിച്ച് ഏത് വേണമെങ്കിലും നിങ്ങൾ പാടാം. നിർബന്ധമാണ്. യെസ്, പഠിക്കോളൂ. അടുത്ത ആളും പാട്ട് പാടും, നിങ്ങൾ മാത്രമൊന്നുമല്ല. ഏത് പാട്ടും പാടാം. പേരെന്തിനി? ആദിത്യക്കും പാടാം. നിങ്ങളെ പേരെന്തിനി? ആർദ്രക്കും പാടാം. 2 പാടാം. മിഷൻ പാസ്ഡ്. പെട്ടെന്ന് പാട്ട് പാടിയാൽ പെട്ടെന്ന് പോവാം. 2 ഒരുമിച്ച് പാടിയാൽ മതി. സിമ്പിൾ ആൻസർ. യെസ്. മറ്റേ ഒരു പാട്ടില്ലേ, മറ്റേ കൽബിലുള്ള മറ്റേ പുയോളം മൊഞ്ചി അതറിയില്ല. എന്നാ ടിങ്കിളോ അല്ലെങ്കിൽ കാത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാടിക്കോ. അമ്മോ, സെറ്റ്. പുള്ളിക്കൊയിലേ. ഓക്കെ, താങ്ക്സ്. ഇനി പാടണോ? പഠിക്കൂ. മതിയോ? ഓക്കെ, ഇനി ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞോ. ചാനൽ അനസ് വ്ലോഗ് 21. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ പോട്ടെ. 5 മണിക്ക് ഉണ്ടാവും ഗിഫ്റ്റ്. ആൻസർ റെഡി പറഞ്ഞാലേ ആൻസർ കിട്ടുള്ളൂ, ഗിഫ്റ്റ് കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? ഹാപ്പി? ഓക്കെ, എവിടെ സ്ഥലം? മലപ്പുറം. ഓക്കെ, അവിടെ ഉള്ളവർക്ക് ഒരായി പറഞ്ഞു എന്നാൽ. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ അടുത്ത ആൾ പിടിക്കാൻ പോവാണ്. ഇനി നമ്മൾ കുറച്ച് ആൾക്കാരെടുത്തെത്തിയാൽ നമ്മളങ്ങോട്ട് കരഞ്ഞ് ഫുൾ കരച്ചിലും പിടിച്ചില്ലാവും. ഫുൾ കരയൽ. അപ്പോൾ അവരുടെ റിയാക്ഷൻസ് ഇങ്ങനെ നോക്കാം. അപ്പോൾ നമ്മളങ്ങോട്ട് കരയാൻ പോവാണ്. എനിക്ക് ഇന്നലെ എൻ്റെ ചന്ദനമയ അല്ല ഏതെങ്കിലും ഒരു സീരിയൽ കണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര കരച്ചിൽ വന്നെന്നൊക്കെ പറഞ്ഞൊരു ടിസ്റ്റ് കൊടുത്തിട്ടൊരു സംഭവം. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കളികൾ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് SM സ്ട്രീറ്റിലാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വരുന്നത്. SM സ്ട്രീറ്റിലാണ്, കാലിക്കറ്റ് SM സ്ട്രീറ്റ്. എനിക്കില്ലേ ഇന്നലെ ഒരു സീരിയൽ കണ്ടു. സീരിയൽ കണ്ടോ എനിക്ക് ഭയങ്കര എന്താ അറിയോ കരച്ചിൽ വരുന്നേ. എൻ്റെ ഒരു വിഷമം നീ മനസ്സിലാക്കണം. ഞാൻ പറയട്ടെ. ചോദ്യം എന്താ വെച്ചാൽ ഒരു കുസൃതി ചോദ്യം ചോദിക്കാൻ പോണ്. ഞാൻ എൻ്റെ അടുത്ത് കരഞ്ഞാൽ റെഡി ആവില്ല എന്ന് എനിക്കറിയാം. ഇന്ന് കരയില്ല. ഇനി മെയിൻ പ്രായം ആണ്. ആശുര എൻ്റെ കല്യാണത്തിന് ഒരു 3000 ആൾക്കാരുണ്ടാവും. ഒക്കെ റെഡിയാക്കി വെച്ചോ. അപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെ, പെണ്ണ് ഇടുന്ന പുത്തൂർമടം. ഓക്കെ, കാലിക്കറ്റ് തന്നെ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്, എത്ര മണിക്കാണ് മുഹൂർത്തം? കാലത്ത് 11-12 അടുക്ക്. ഓക്കെ, ആ സമയത്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അവിടെ ഉണ്ടാവും. എവിടെ ലൊക്കേഷൻ? ഹാളേതാ?
ആള് നമ്മളെ ഇവിടെ ആശീർവാദ്. ഓക്കെ ഓക്കെ. നമ്പറും കൂടി പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ആൾക്കാർക്ക് വിളിക്കാം. നമ്പർ അറിയില്ല, ഏകദേശം അങ്ങോട്ട് വരും. ഓക്കെ ഓക്കെ, താങ്ക്സ്. അപ്പോൾ ഒരു കുസൃതി ചോദ്യം ആയല്ലോ, കല്യാണമൊക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ എപ്പോഴും ഉപ്പിലിടുന്ന ഒരു വസ്തു ഉണ്ട്, എന്താണ്? ഉപ്പിലിടണം. അതെ. ആ ഉള്ളിൽ നിന്ന് ഒരാൾ പറഞ്ഞതല്ലേ? സത്യം പറഞ്ഞാള് ഞാൻ കേട്ടാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ റോങ് ആയി. ഇങ്ങനെ ഒരാൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, അത് ആരാ നോക്കട്ടെ. എവിടുന്ന ഇപ്പോൾ ഒരു ഉപ്പിലിടുന്ന സ്പൂണിന്ന് കിട്ട്? ഇവിടെ എന്തോ ഓ മേലോട്ട് ഓടിക്കാനില്ലേ? ഓക്കെ, എന്നാലേ ഞാൻ പോട്ടെ. ഓക്കെ, ബൈ ഗൈസ്. നമ്മൾ അടുത്ത ആളെ പിടിക്കാൻ പോവാണ്. അമ്മോ. ഹലോ ബ്രോ. ഹായ്. ബട്ട് ഹെയർ ഈസ് ഓൾവേസ് ബ്യൂട്ടിഫുൾ. താങ്ക് യു. അച്ഛ ഹെയർ. വാട്ട് ഈസ് യുവർ ലാംഗ്വേജ്? Our language, English. English. Nagamese. Nagamese. We are from Nagaland actually. Nagaland. Yeah. Okay, Nagaland is beautiful village. Very beautiful. Very beautiful. അപ്പോൾ how much costume right? Okay. T-shirt right പറയൂ. This one? Yes, this one. ആയി, എല്ലാവർക്കും ആയി. ഓക്കെ, എല്ലാവർക്കും ആയി. ഓക്കെ, നിങ്ങൾ എവിടുന്ന വരുന്നേ? ഇതിൻ്റെ ഉള്ളിൽ ആരും ഇല്ലല്ലോ ആണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഹലോ, ഞാൻ അവിടെ ഇത് ഫുള്ളാക്കിയില്ല. ഹലോ, ഒരു ക്യാമറ നോക്കി ആയി പറഞ്ഞു. ഹായ്. ഓക്കെ, മേരെ ചാനൽ നെയിം അനസ് വ്ളോഗ് 21, യൂട്യൂബർ. Anas വ്ളോഗ് 21. Anas Vlog 21. യെസ്. ഓക്കെ, ഞാൻ പോട്ടെ എന്നാൽ. ഞാൻ അടുത്താൾ പിടിക്കട്ടെ. ഗൈസ്, നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് കുറച്ച് കരയാൻ ആഗ്രഹമുണ്ട്. കരയാൻ പോവാണ്. ചോദിച്ചോ. ഹലോ, ഒരു ഗിഫ്റ്റ് ഞാൻ തരാം. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. പോലെ ഒരു ക്വസ്റ്റ്യനാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോം ഉള്ളത് എവിടെയാണ്? അതെ, ആ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? അങ്ങനെ പറയൂ. അറിയില്ല. ഈ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ചാനലിൽ പൊതുവേ നടത്തി വരുന്ന ഒരു 4 വരി പാട്ടുണ്ട്. ആ 4 വരി പാട്ട് നിങ്ങൾ പാടണം. ഏത് വേണമെങ്കിലും പാട്ട് പാടാം. മറ്റേ അതെ, ഏതെങ്കിലും പാട്ട് മതി. നിങ്ങളിപ്പോൾ നിങ്ങളെ ലേറ്റസ്റ്റ് ആയി കിടക്കുന്ന പാട്ട്. ഇത് യൂട്യൂബിലാണ് വരാം. പാട്ട് പാടാൻ അറിയില്ല. അപ്പം എന്നാലും ഒരു സിമ്പിൾ ഒരു മാത്സ് ചോദിക്കാൻ പോവാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിൽ ആരാണ് ഏറ്റവും കണക്കിൽ ഫസ്റ്റ്? ആരാണ്? ശ്രിയ എന്ന് പറയുമ്പോൾ, അപ്പോൾ വാട്ട് ഈസ് യുവർ നെയിം? സിയാന. വാട്ട് ഈസ് യുവർ നെയിം? നേഹ. അശ്മിൻ. അപ്പോൾ ഇതിൽ ആരാ? ശ്രിയ ആരാ? സിയ. ഓക്കെ. അപ്പോൾ എൻ്റെ മാത്സ് എന്ന് വെച്ചാൽ, ഓക്കെ, മാത്സ് ചോദിക്കാൻ പോണേ. 777 + 333 എത്ര? 1000? അല്ലല്ലേ? ഓക്കെ. അപ്പം ഇനി ഒന്നും പറയാൻ കഴിയില്ല. ഇനി ഇവിടെ ചോദിക്കുന്നത് ഇനി പറയാൻ കഴിയില്ല കേട്ടോ. എല്ലാം പറഞ്ഞ് ഓക്കെയാണ്. ആ, നിങ്ങൾ പറയും. 1510. അങ്ങനെ പറഞ്ഞാൽ ഒന്ന് കൂട്ടി പറയൂ. 1510. ഓക്കെ, ഇനി പറയാൻ കഴിയില്ല. ഓക്കെ, നിങ്ങൾ പറയൂ. 1100. വേഗം പറയൂ. നിങ്ങളെ ഫ്രണ്ട്സ് ചതിക്കുകയാണ്. നിങ്ങൾക്ക് വേഗം 1510. വെറുതെ നിങ്ങളത് റെഡി ആൻസർ ചെയ്ത്. 1110. 777 + 333. ഇനിയിപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, പറഞ്ഞ് എല്ലാം പറഞ്ഞില്ലേ? ഓക്കെ, ഇനി അടുത്താളെ പിടിക്കട്ടെ. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ വിജയം നിങ്ങൾ തന്നെ കൊളയാക്കി. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. ബൈ. ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് ടീമിനെ കിട്ടിയിട്ടുണ്ട്. പുഴയോളം മൊഞ്ചി ആകാ കണ്ണിൽ കണ്ണ് പറയാതെ കൊഞ്ചിരി മഞ്ചരി മറിയാനി, അങ്ങനത്തെ ഒരു പാട്ടില്ലേ? അത് തെറ്റി കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് പാടിത്തരണം. അതാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് ഒരു ട്യൂൺ ഇട്ട് തന്നത്. ആൻസർ പറഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ, അല്ല, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ആൻസർ കിട്ടിയാൽ മാത്രം. ഓക്കെ. ചേട്ടാ, ഒരു മുട്ടായി പിടിച്ചോ. എൻ്റെ മുട്ടായി മാത്രമേ ഉള്ളൂ. ഓക്കെ, മുട്ടായി പോകില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എന്താ വരുന്നതെന്ന് വെച്ചാൽ,
ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അത് എവിടെയാണ്? പറയൂ. ക്ലൂ ഇല്ല, ക്ലൂ ഇല്ല, പറയൂ. പറയൂ. എന്നാ പിന്നെ 4 വരി പാട്ട് നിങ്ങൾ എല്ലാവരും കൂടി പാടിയാൽ മതി. സിമ്പിൾ ആൻസർ. അതെ, ആ ഏത് വേണോ പാടി. ആ ഗിഫ്റ്റ്, പാട്ട് പാടിയ ഗിഫ്റ്റ് ഇല്ല. ആൻസർ പറഞ്ഞ ഗിഫ്റ്റ് ഉണ്ട്. അതെ, നിങ്ങളെ പേരെന്താണ്? ഫാമി, അരുണിമ, ഓക്കെ. ഋതുനന്ദ, ഓക്കെ. എവിടെ പഠിക്കുന്നത്? BM-ൽ. ഓക്കെ, BM-ലുള്ള ആൾക്കാർക്ക് ഒരു ആയി പറഞ്ഞു ആദ്യം എല്ലാവർക്കും. ഓക്കെ, ചാനലിന്റെ പേര് അനസ് വ്ലോഗ് 21. അതെ, ഫോളോവേഴ്സ് ഒക്കെ കുറവാ, വളരെ കുറവ് ആണ്. ഇന്ത്യ മോനെ, എന്നാ ഞാൻ പറഞ്ഞിട്ട് സബ്സ്ക്രൈബിനോട്. ഗൈസ്, നമ്മളിപ്പോ വലിയ ഫാൻസ് ഉള്ള ടീമിനാണ് കണ്ടുമുട്ടിയത്, അത് ഞാൻ പറഞ്ഞാണ്. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യത്തിന് ആൻസർ എന്താണ്? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. പറയൂ. ഒരു ക്ലൂ ഇല്ല. എന്നായിക്കോട്ടെ, ഞാൻ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒരു കുസൃതി ചോദ്യം. ഓക്കെ, സിമ്പിള്. എപ്പോഴും ഉപ്പിലിടുന്ന ഒരു വസ്തു ഉണ്ട്, അത് എന്താണ്? വെള്ളം. ഓക്കെ, ഇനി പറയാൻ കഴിയില്ല. നിങ്ങൾ പറയും. അതെ, എപ്പോഴും ഉപ്പിലിടുന്ന സംഭവം, ആ വസ്തു എന്താണ്? കിട്ടുമോ? മാങ്ങ. ഓക്കെ, വെരി ഗുഡ്. മാങ്ങ എപ്പോഴും ഉപ്പിലിടണം. ഓക്കെ, നിങ്ങൾ വെള്ളം, ഉപ്പ് അല്ലേ? ഓക്കെ, നിങ്ങൾ പറയൂ. വസ്തു. അതെ അതെ, ഉപ്പിലിടുന്ന ഒരു വസ്തു ഉണ്ട്. ഒരു കുസൃതി ചോദ്യമാണ്. കിട്ടുമോ? ഞാൻ കടലുപ്പ്. ഓക്കെ, മീന്. ഓക്കെ, പിന്നെ നിങ്ങൾക്കും കൂടി പറയാം, പെട്ടെന്ന് പറ. ഇത് എത്ര ടൈമാ നിങ്ങളെടുത്ത്? പക്ഷെ നിങ്ങൾ ഫാൻസ് ആവൂലേ? ഫാൻസ് 3 മില്യൺ അടിക്കൂലേ? 3 മില്യൺ അടിച്ചില്ലെങ്കിൽ എനിക്ക് കരച്ചിൽ വരും. ഇപ്പൊ എനിക്ക് 3K ഫോളോവേഴ്സേ ഉള്ളൂ. ഓക്കെ, ഓക്കെ, എനിക്കൊന്നും വേണ്ടപ്പോ. ഓക്കെ, ഓക്കെ. കന്നഡ ഒന്നിന്റെ മേലെ ഉണ്ടല്ലോ, പ്രശ്നമില്ല. ഒരു കന്നഡ എന്റെ കൈമേലുണ്ട്. ഓക്കെ അല്ലേ? എക്സ്ചേഞ്ച് ഇല്ല, ഓൺലി ബ്യൂട്ടിഫുൾ കന്നഡ. ദിസ് ഇസ് പ്രൈസ് എത്ര അറിയോ? എത്ര പ്രൈസ്? 50,000. ഓക്കെ, 50,000. ഐ ആം സോ റിച്ച്. ഓക്കെ, അത്ര തള്ളരുത്. ഓക്കെ, കന്നഡൊക്കെ എടുത്തു വെച്ചോ. ഓക്കെ, അപ്പൊ കിട്ടില്ലല്ലോ, റോങ് ആൻസർ. അപ്പൊ നിങ്ങൾ പാട്ട് പാടും, പെട്ടെന്ന് പാട്ട് പാടും. ആ, ഏത് പാട്ടും പാടാം, ഏത് പാട്ടും പാടാം, ഏത് പാട്ടും പാടാം. പെട്ടെന്ന് പാടിക്കോ. പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ മിസ്സും പാസ്സായി, ഞാൻ വേറെ ആളെ പിടിക്കും, അത്ര തന്നെ. എന്നാ ഞാൻ ഒരു മാത്സ് ചോദിക്കാൻ പോ. ഒരു സിമ്പിൾ മാത്സ്, സിമ്പിള്, വെരി സിമ്പിൾ. 777 + 333. 33. യെസ്, 1000. ഓക്കെ, BM അല്ലേ? അവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഏതാണ്? നിങ്ങൾ പറയും. 777. ഇനി പറയരുത്, BM-ലുള്ള പോലെ കേട്ട്. + 333. അതെ, ഇത് ലൈവായിട്ട് വീഡിയോ എടുത്തിട്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ പറഞ്ഞില്ലേ, അതെന്നാ. + 333. മാക്സിന് മാർക്ക് കുറവാ? നിങ്ങൾ പാട്ട് പാടും. സിമ്പിള്. 10,000. ഓക്കെ, ഓക്കെ, മാക്സ് പൊട്ടി. ഇനി ഞാൻ പോട്ടെ എന്നാല്. ഓക്കെ, ക്യാമറ നോക്കി ആയി പറഞ്ഞു. ഇപ്പോഴും ഒരു ഒന്നിലും ഉറച്ചു നിൽക്കുന്നില്ലല്ലോ. എന്നാ എന്നാ ഞാൻ ഒരു മുട്ടായും തരുന്നില്ല. നിങ്ങൾ ആൻസറും പറഞ്ഞില്ല, പാട്ടും പാടിയില്ല. അപ്പൊ ഇനി നിങ്ങൾക്ക് ഒന്നും തരില്ല. ഏത് ചാനലിന്റെ പേര് അനസ് വ്ലോഗ് 21. ഞാൻ പോട്ടെ. ഇനി ക്യാമറ നോക്കി ആയി പറഞ്ഞു, ക്യാമറ നോക്കി ആയി പറഞ്ഞു. ബായ്. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ ഇവിടുന്ന് പോവാ. ഇന്ത്യ മോനെ, ക്രൗഡ് മൊത്തത്തിൽ എൻ്റെ കയ്യിലേനി, ഇവിടെ മൊത്തം എൻ്റെ കയ്യിലേനി. ഇനി നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് പരിപാടി അവതരിപ്പിക്കാം. ഇതാണ് പ്രശ്നം, ഒരു സ്ഥലത്ത് നിൽക്കാൻ കഴിയില്ല എനിക്ക് പെട്ടെന്ന്.
പെട്ടെന്ന് നമ്മളെ ഈ ഡിസ്ട്രിക്റ്റ് ഡയറക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ട് നിൽക്കണം. അപ്പോൾ ഇന്നാണെങ്കിൽ ഞായറാഴ്ചയിലെങ്ങാട്ടി തിരക്കാണെന്നുള്ളത്. ഇന്ന് ഇവിടെ ഫുള്ള് തിരക്ക്. ഇൻ്റെ മോനെ എമ്മാരി തിരക്കാണ് അവിടെ. തിരക്ക് എന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല. സിമ്പിള് ഒരാൾക്ക് ഇവിടെ നടക്കാൻ കഴിയില്ല. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ SM സ്ട്രീറ്റിലെ തിരക്കാണ് നിങ്ങൾ കാണാൻ പോണത്. ഇത് കണ്ടില്ല, ഇൻ്റെ മോനെ എമ്മാരി തിരക്കാ. നമ്മളെവിടുന്നാ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഒരു സ്ട്രീമിങ് തന്നെ ആയിരിക്കും ഇത്. അമ്മോ ഇടിച്ച്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് അങ്ങനെ പോകുമ്പോൾ കണ്ട ഗൈസ് ഇവിടെ മൊത്തം തിരക്കാണ്. തിരക്ക് എന്ന് വെച്ചാൽ ഓക്കെ യൂട്യൂബർ എന്ന് വിളിച്ച്. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഇങ്ങനെ കുറേ ലെങ്ത് ആയി പോവും. ഇങ്ങനെ കുറേ വീഡിയോസ് എടുക്കുമ്പോൾ വളരെ ലെങ്ത് ആവും. ഓക്കെ അല്ലേ ഗൈസ്? നിങ്ങൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് നിങ്ങൾ ഹാപ്പി ആവണം. നമ്മളിന്ന് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാനാണെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമ്മൾ ആരെ പിടിച്ച് നമ്മൾ കുറച്ച് കരയാൻ പോകുക. അതായിരിക്കും നന്നാവുക. ഞാൻ കുറച്ച് കരയും. ഇപ്പോൾ എന്തായാലും കരയാൻ പോവാണേ. ആരെങ്കിലും കരയാൻ പറ്റിയ ഒരാളുണ്ടോ നോക്കട്ടെ. അതുവരെ സ്റ്റേ ട്യൂൺ. എനിക്ക് എന്താ ചെയ്യേണ്ടത് അറിയില്ല. എനിക്ക് കരച്ചിൽ വരിക. എനിക്കിന്നലെ ഒരു സീരിയൽ കണ്ട്. ആ സീരിയലിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനാ. ഓക്കെ, ഞാൻ ഇന്നലെ ഒരു പാട്ട് പാടാൻ നേരത്ത് എനിക്ക് വയ്യ, കരഞ്ഞിട്ട്. ഇത് കണ്ണ് നിങ്ങൾ കാണാത്ത എന്താ വെച്ചാൽ ഗ്ലാസ് ഇട്ടതിനോടെ കണ്ണിന് വെള്ളം വന്നിട്ട് എനിക്ക് കരഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് ഇന്നലെ ഞാൻ ഒരു സ്ഥലം വരെ പോയി. ആ സ്ഥലം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ ഇന്നലെ ആ സ്ഥലം കഴിഞ്ഞ് വന്നപ്പോൾ വീട്ടിൽ നിന്ന് നേരെ TV തുറന്നപ്പോൾ TVയിലും കരച്ചിലോട് കരച്ചിൽ മൊത്തം കരച്ചിലായി. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഒരു മാത്സ് ആണ് ചോദിക്കാൻ പോണത്. 777 + 333 എത്ര? പറയൂ. സിമ്പിൾ ആൻസർ. ഇനി നമ്മൾ സീരിയസ് മാറ്റർ. ഇനി ഞാൻ കരയുന്നില്ല, ഒന്നുമില്ല. ഓക്കെ, അത് നെക്സ്റ്റ് പ്രാങ്കാണ്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ സ്റ്റേഷൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതേതാണ്? അറിയില്ല. എവിടെ സ്ഥലം? നിലമ്പൂരുള്ളവർക്ക് ഒരായി പറഞ്ഞോ. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. ബൈ. ഓലൊന്നും പറഞ്ഞില്ല. നിങ്ങൾ പറയാൻ കഴിയോ? ഇല്ല. അവരുടെ റോങ് ആൻസർ. ഗോരഖ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം. ഗോരഖ്പൂർ. അവിടെയാണ് ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോം ഉള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ നെക്സ്റ്റ് ആളെ പിടിക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ എത്ര ആൾക്കാരാണ് ഉള്ളത്? എവിടുന്നാണ് തുടങ്ങിയത്? ഞങ്ങൾ കുറച്ച് പ്രാങ്കൊക്കെ നടത്താം. ഉള്ളിൽ പോയിട്ട് നമുക്ക് കുറച്ച് പ്രാങ്കൊക്കെ ചെയ്യാൻ പോവാം. ഹലോ ഗൈസ്, ഹലോ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ആൻസർ പെട്ടെന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു ഗിഫ്റ്റ് ഞാൻ തരാം. ഇന്നലത്തെ രാവിലെ നടന്ന ഒരു സംഭവമാണ് ഞാൻ ചോദിക്കാൻ പോണത്. ഇന്നലെ ഞാൻ സീരിയൽ കണ്ടപ്പോൾ എനിക്ക് കരച്ചിൽ വന്നിട്ട് അത് പറയാൻ കഴിയുന്നില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കരയിൽ ഇങ്ങനെയാണ്. ഓക്കെ, ഞാൻ ഗൈസിനെ പറയട്ടെ. ഗൈസ്, ഞാനൊരു കരയിൽ കരയാൻ പോലും എനിക്ക് പറ്റാത്ത സന്ദർഭമാണ്. പേരെന്താ? അമ്മേ, അവിടെ എന്തൊക്കെയോ തള്ളിയിട്ട്. ആരാ തള്ളിയിട്ട്? നിങ്ങളല്ലേ? എൻ്റെ ക്യാമറയിലുണ്ട്. എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. ഗൈസ്, നമ്മൾ അടുത്താളെ പിടിക്കാൻ പോവാം. ഹലോ ബ്രോ, പേരെന്താ? ഫാസിൽ. പേരെന്താ? സനൂപ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഉണ്ട്. അത് എവിടെയാണ്? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. പറയൂ. അറിയില്ല. എന്നാൽ നിങ്ങൾ ഒരു പാട്ട് ഇതിൽ പാടണം. യെസ്. നല്ല പാട്ടാണ്. പുഴയോളം മൊഞ്ചി അഹദാ കണ്ണിൽ കണ്ണ് പറയാതെ കൊണ്ടിരുവന്നിന് കൊഞ്ചര് മൊഞ്ചെത്തി അയാക്കുള്ളിൽ പൊന്ന് പറയാ. പാട്ടൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഉണ്ട്. അതെവിടെയാണ്? അറിയില്ല. പേരെന്താ? ലിഷോയ്. ഒരു ആയി പറയൂ. ഓക്കെ അല്ലേ? ഹാപ്പി? ഗൈസ്, ഞാൻ പുതിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കും.
അപ്പോൾ ആൻസർ പറയുകയാണെങ്കിൽ ഒരു ഗിഫ്റ്റ് ഞാൻ തരാം. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഉണ്ട്, അതെവിടെയാണ്? മുംബൈ. നിങ്ങൾ പറയൂ. മുംബൈ. അപ്പോൾ 2 റോങ് ആൻസർ അയക്കണേ. അപ്പോൾ ആൻസർ എന്താ വെച്ചാൽ ഗോരഖ്പൂർ. അവിടെയാണ് ഏറ്റവും വലിയ നീളം കൂടിയ പ്ലാറ്റ്ഫോം ഉള്ളത്. അപ്പോൾ ഇതിൽ റോങ് ആൻസർ പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഇതിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഈ പാട്ടൊക്കെ പാടി സ്റ്റേജിലൊക്കെ ഫസ്റ്റ് ആയത്? ഓക്കെ, ഒരു പാട്ട് മതി, സിമ്പിൾ പാട്ട്. ആ, പാടിക്കോളൂ. കുറച്ച് ഉറക്കെ പാടിക്കോളൂ. ഓക്കെ, ഇവിടെ ഒന്നുമില്ല മക്കളെ, ഒരു പ്രശ്നവുമില്ല, ഒരു പാട്ട് പഠിപ്പിക്കാൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ പോട്ടെ എന്നാൽ. ഓക്കെ ബൈ. എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. ക്യാമറ നോക്കിയാൽ ആയി പറഞ്ഞോ. ഓക്കെ, ഡെയിലി വ്ളോഗ് ഉണ്ടാവും. ഓക്കെ ഇനി നമ്മൾ നെക്സ്റ്റ് ആളെ പിടിക്കാൻ പോവാണ്. പറയാതെ ഗൈസ്, ഇങ്ങോട്ട് പോയാൽ നമ്മൾ റെയിൽവേ ട്രാക്കിൽ എത്തും. നമ്മളെ മെയിൻ ക്വസ്റ്റ്യൻ വരുന്ന അവിടേക്ക് തന്നെയാണ് നമ്മൾ പോകാൻ പോണത്. ഓക്കെ അല്ലേ ഗൈസ്? അപ്പോൾ ഇതാ ഇവിടെ കുറച്ച് മച്ചാന്മാരുണ്ട്. ഹായ് മച്ച, പേരെന്താ? ഷാനു. പേരെന്താ? അൻസാഫ്. പേരെന്താ? അൻസാഫ്. ഇന്നലെ ലാസ്റ്റ് കണ്ട സീരിയലിൻ്റെ ക്ലൈമാക്സ് എന്താ നിങ്ങൾക്കറിയോ? സീരിയൽ കാണാനില്ല. എനിക്കാണെങ്കിൽ അത് കണ്ടിട്ടാണ് കരച്ചിൽ വന്നിട്ടുണ്ടല്ലോ. എനിക്ക് കരയാണ്ട് നിൽക്കാൻ വയ്യ. എനിക്ക് പറയുമ്പോൾ തന്നെ ആ ക്ലൈമാക്സ് എന്താണെന്ന് വെച്ചാൽ, അവൾ ഇങ്ങനെ വരുമ്പോൾ ഒരു ലോറി വന്നിട്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, എനിക്ക് തന്നെ എന്തോ ആയിപ്പോയി. അപ്പോൾ നമ്മളൊരു പുതിയ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. പേരെന്താ? ഷാനു. പേരെന്താ? അൻസാഫ്. പേരെന്താ? അൻസറഫ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വരുന്നത്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, റെയിൽവേ പ്ലാറ്റ്ഫോം, അത് എവിടെയാണ്? പറയൂ. പറഞ്ഞ് ആൻസർ കിട്ടിയാൽ ഒരു ഗിഫ്റ്റ് ഞാൻ തരും, അത് വേറെ കാര്യം. പറയൂ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം അത് എവിടെയാണ്? രാജസ്ഥാൻ. ഓക്കെ, അപ്പോൾ രാജസ്ഥാനിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? വെറുതെ അങ്ങോട്ട് പറഞ്ഞതല്ലേ, അതത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയൂ. അറിയോ? അറിയില്ല. അപ്പോൾ ആൻസർ ഗോരഖ്പൂർ. അവിടെയാണ് ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോമുള്ള റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ ഇനി ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞു. ഓക്കെ, ആയി. അപ്പോൾ യൂട്യൂബിൽ വെച്ച് കാണാം. ഓക്കെ, അനസ് വ്ലോഗ് 21. ഓക്കെ, ഡെയിലി വീഡിയോ. ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ, പേരെന്താ? കലീൽ. ഓക്കെ, പേരെന്താ? ഷാമിൽ. ഓക്കെ, വണ്ടി ഒന്നും അടിക്കല്ലേ ചേട്ടാ, അവിടെ വ്ളോഗ് എടുക്കും. അൻസിൽ ബ്രോ. വാട്ട് ഈസ് യുവർ നെയിം? ഇർഫാൻ. ഇർഫാൻ ഈസ് ബ്യൂട്ടിഫുൾ നെയിം. അപ്പോൾ ഇർഫാൻ ഈസ് ഓൾവേസ് ബ്യൂട്ടിഫുൾ. ഇർഫാൻ ഈസ് അല്ലോ മോനെ, ഞാൻ വേറൊരു പരിപാടിയിലായിരുന്നു. ഗൈസ്, ഇവിടെ ഷൂകളൊക്കെ ഉണ്ട്, പല പല കളറ്, പല പല നിറത്തിൽ. എൻ്റെ പേരെന്തായിരുന്നു? ഇർഫാൻ്റെ ഇതിലാണ്, അണ്ടറിലാണ് ഇവിടെ കട വരുന്നത് അല്ലേ? കുറേ കളക്ഷൻസ് ഉണ്ട്. എന്തായാലും ഇവിടെ അടുത്ത ലോഡ് ഇറക്കിക്കോ. തീർന്ന്, നാളത്തോട് കൂടി തീർന്ന്. ഓക്കെ, അടുത്ത ലോഡ് ഇറക്കിക്കോ. ഓക്കെ ഓക്കെ ഓക്കെ. കാസർഗോഡ് നിന്നാ? കാസർഗോഡ്, ഇന്ത്യ മോനെ. അപ്പോൾ ഏറ്റവും ഒരു കുസൃതി ചോദ്യം ചോദിക്കാൻ പോവാണ്. ഓക്കെ ആണോ? ഓക്കെ, ഈ ദൈവമുള്ള ഒരു ജില്ല ഉണ്ട്, അത് ഏതാണ്? ഏതാണ്? കിട്ടുമോ? കിട്ടൂല. ആൻസർ എന്താ അറിയോ? കുസൃതി ചോദ്യം. ഏറ്റവും ദൈവം ഉള്ള ഒരു ജില്ല ഉണ്ട്, അത് ജില്ല ഏതാ? കേരളം. ഓക്കെ, റോങ് ആൻസർ. അറിയോ? ഇല്ലല്ലോ. നിങ്ങൾ എവിടുന്നാ വരുന്നത്? കാസർഗോഡാണ് അതിൻ്റെ ആൻസർ. ഓക്കെ ബൈ. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. അനസ് വ്ലോഗ് 21. ബൈ ഗൈസ്. ഇനി നമ്മൾ അടുത്തുള്ള ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ആൾക്കാരിങ്ങനെ കൂടിക്കൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ ചെരുപ്പ് വെറുതെ ഗിവ് വേണോ? ഇതെന്താ ചെരുപ്പ്? ഓക്കെ, പേരെന്താ? ഷാമിൽ. ഓക്കെ, പേരെന്താ? ജിഷ്ണു. ഇതെന്താ പർദ്ദ ഗിവ് വേണോ?
പറഞ്ഞിട്ട് ഒരു സിംഗിൾ ഡാൻസ് കളിച്ചാലോ? താല്പര്യമുണ്ടോ? ഒരു ഡാൻസ് കളിക്കാം. ബിസിനസ് ഡ്യൂട്ടിയിൽ. ഓക്കെ, എന്നാൽ നടക്കട്ടെ, ബിസിനസ് നടക്കട്ടെ. ഓക്കെ, എൻ്റെ ബിസിനസ് നടക്കുന്നുണ്ട് സൈഡിൽ കൂടെ. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനലൊക്കെ അറിയില്ലേ? ഇന്ത്യ 2 ജോഡി 300. ഓക്കെ, അത് 3 ആക്കണോ? പിന്നെ വരാം. ഗായ്സ്, ഇന്ത്യ മോനെ. ഗായ്സ്, അപ്പോൾ ഓക്കെ, എല്ലാവർക്കും എൻ്റെ വക ഹൃദയം നിറഞ്ഞ താങ്ക്സ്. ഇനി നമ്മൾ അടുത്ത ആള്. ഹായ് ബ്രോ. ഹായ് മച്ച. ഹായ്. ഹലോ, പേരെന്താ? നെസ്വ. പേരെന്താ? അസ്മിയ. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണേ. ആൻസർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഞാൻ തരാം. ഓക്കെ, അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഉണ്ട്, അതെവിടെയാണ്? പറയൂ. യെസ്, പറയൂ. അതെ, യെസ്. ക്ലൂ. യെസ്. ഗൂഗിളിലൊന്നും നോക്കണ്ട, അത്രക്ക് ടോപ്പൊന്നും ആവണ്ട. ഗൂഗിളിനെ സമീപിച്ചാൽ എല്ലാം കിട്ടൂല. അത് ഇതിൻ്റെ സ്പെഷ്യലാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എവിടെ? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഉണ്ട്, അത് എവിടെയാണ്? ആലോചിച്ചോളൂ. കോഴിക്കോട്. പേരെന്തായിരുന്നു? കൈസ്. റോങ് ആൻസർ. ഓക്കെ, ചെന്നൈയിൽ. റോങ് ആണ്. പറയൂ. എല്ലതും വിളിച്ചു പറയാൻ പറ്റൂല. അപ്പോൾ ഞാനൊന്നും പോട്ടെ എന്നാല്. ഓക്കെ, നീ ക്യാമറ നോക്കി ആയി പറഞ്ഞോ. ആൻസർ കിട്ടൂലല്ലോ. ആൻസർ ഗോരഖ്പൂർ, അവിടെയാണ്. ഓക്കെ, ബൈ. കൈസ്, നമ്മൾ അടുത്തോളെ. കൈസ്, നമ്മളിങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ എവിടെ എത്തും എന്ന് അറിയോ? നമ്മൾ റെയിൽവേ പ്ലാറ്റ്ഫോമിലെത്തും. അവിടെ നിന്നാണ് നമ്മളെ ഈ റെയിൽവേൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണത്. ഗൈസ്, നമുക്കൊരു പുതിയ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. പേരെന്താ? ഷെറിൻ. സിയ. അപ്പോൾ ഇന്നലെ രാവിലെ നടന്ന ഒരു സംഭവത്തിൻ്റെ ഒരു ചുരുങ്ങിയൊരു ഭാഗം, അതിൻ്റെ ഇടയിലൂടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്: ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഉണ്ട്, അതെവിടെയാണ്? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. യെസ്, പറയൂ. അതെ ഗൈസ്, റെയിൽവേൻ്റെ അവിടെ നിന്ന് വരുന്നവരെ തന്നെ നമ്മൾ പിടിക്കുന്നത്. ക്രോസ് ചെയ്തതല്ലേ? അപ്പോൾ ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ അങ്ങനെയാണ്. അപ്പോൾ എന്നാൽ ഒരു കുസൃതി ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഉപ്പിൽ എപ്പോഴും ഇടുന്ന ഒരു വസ്തു ഉണ്ട്, അതെന്താണ്? കുസൃതി ചോദ്യം. അതെ, കുസൃതി ചോദ്യമാണ്. ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരാം. പുഴയോളം മൊഞ്ച്. പെട്ടെന്ന് ചോദിക്കുമ്പോൾ കിട്ടൂല. ഹിന്ദി വേണോ? ഹിന്ദി റോങ് ആൻസർ. അപ്പോൾ ആൻസർ എന്താണെന്ന് വെച്ചാൽ, ആൻസർ ഞാൻ പറഞ്ഞുതരാം, പറയട്ടെ. സ്പൂണാണ് എപ്പോഴും ഉപ്പിലിടല്. ഓക്കെ, അത് സ്പൂണിട്ടാലേ ഉപ്പെടുക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ഒരു കുസൃതി ചോദ്യമായിരുന്നു. അപ്പോൾ നീളം കൂടിയ പ്ലാറ്റ്ഫോം ഉള്ളത് എവിടെയാണെന്ന് വെച്ചാൽ ആ റെയിൽവേൻ്റെ പേര് ഗോരഖ്പൂർ, അവിടെയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ലാസ്റ്റ് ആയിട്ട് ഒരു മാത്സ് ചോദിക്കാൻ പോവാണ്. ഓക്കെ, 777 + 333. 777 + 333 എത്ര? 1000. ഓക്കെ, 1000. ഇനി പറയാൻ കഴിയില്ല, ഇനി ഇവർക്ക് മാത്രമേ ചാൻസ് ഉണ്ട്. 0. അത്രക്ക് വേണോ? ആലോചിച്ചോളൂ. ഓ, നമ്പർ ബോർഡ് വരെ ഉണ്ട്. 1110. അപ്പോൾ എത്ര വണ്ണാണ്? ഒന്ന് കൂട്ടി പറഞ്ഞോളൂ. 1100. ഓക്കെ, അപ്പോൾ 1100 അല്ലേ? അപ്പോൾ അത് റോങ് ആൻസർ. വാവ്. അപ്പോൾ ഇതിൽ റോങ് ആൻസർ പറഞ്ഞ പോലെ 4 വരി പാട്ട് ഞാൻ എല്ലാവരും കൊണ്ട് പാടിപ്പിക്കലുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ഇതിൽ പാട്ട് പാടണം. ഏത് വേണമെങ്കിലും പാട്ട് പാടാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലേറ്റസ്റ്റ് ആയി കിടക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോങ് മതി. യെസ്, അതെ. എന്താ സജസ്റ്റ്? അപ്പോൾ സജസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ആര് പറഞ്ഞു മ്യാവൂ ഞാനാ നിങ്ങളെ കാത്തു എന്നോടൊപ്പം കൂടാൻ. അതെ, അത് ഫസ്റ്റ് തൊട്ട് പാടണം.
കുറച്ച് സൗണ്ടിൽ പാടണം. സൗണ്ട് പോരാ, ഇച്ച് പോരാ. ആര് പറഞ്ഞു ഞാനാ നിങ്ങളുടെ കാത്തു എന്നോടൊപ്പം കൂടാ ആർക്കാണ് ഇഷ്ടം ആർക്കാണ് ഇഷ്ടം. എനിക്കിഷ്ടമാണ്. ഓക്കെ, എനിക്കാണ് ഇഷ്ടം. ഓക്കെ, അതാണ് ലാസ്റ്റ് വരി വരുന്നത്. അത് കാത്തു പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയും. അതാണ് എൻ്റെ പ്രത്യേകത. അനസ് വ്ളോഗ് 21. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണെന്ന് വെച്ചാൽ 1110. ഓക്കെ, ഇനി മാത്സിൽ വീക്കാവരുത്. എവിടെ പഠിക്കുന്നത്? ഗോകുലത്തിലുള്ള ആൾക്കാർക്ക് ഒരായി പറഞ്ഞോ. വേണമെന്നില്ല. ഓക്കെ, എന്നാൽ ഞാൻ പോട്ടെ. എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. ബൈ. എങ്ങനെ ആണ് ഇത്ര പെട്ടെന്ന് വൈറലായോ? ആൾക്കാരോട് ഏതോ ഓട്ടോക്കാരൻ്റെ അടുത്ത് എന്ത് 2 ഓട്ടോക്കാരുണ്ടേനു. എന്നിട്ട് ഓരോട് എന്തൊക്കെ എന്തൊക്കെയോ പറയുന്നു. ഏതൊരു ഭാഷയിൽ എന്തൊക്കെയോ നിങ്ങൾ പറയുന്നു. നമ്മളെ മറ്റേ സാധനം അതന്നെ എനിക്ക് മനസ്സിലായി. ഓല എടുത്തെത്തിയിട്ട് അതിൻ്റെ റീലിൽ മാത്രമേ അങ്ങനത്തെ കളിയുള്ളൂ. പക്ഷേ യൂട്യൂബിൽ കുറച്ച് കളിയുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ നോക്കിയാൽ മനസ്സിലാവും. അയാളെ തന്നെ, ഞാൻ തന്നെ. ഓക്കെ, ബൈ ഗൈസ്. ഇവിടെ വലിയൊരു ഷോപ്പിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ടോപ്പാക്കാം. ഒരു ഷൂ ഗീവ് അവേ കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ടോ ഗീവ് അവേ? എന്നാൽ ഞാൻ ഇതിലൊരു ഇഷ്ടപ്പെട്ട ഷൂ എടുത്ത് ഞാൻ പോട്ടെ. എടാ എനിക്ക് ഷൂ ഒന്നും ഇല്ലടാ. എൻ്റെ ഷൂ ഒക്കെ നോക്കി പർച്ചേസ്. ഞാൻ യൂട്യൂബറാണ്, അറിയില്ലേ? അപ്പോൾ എനിക്ക് ഇത് ഏതാ തരിക? ഇത് എടുക്കട്ടെ ഞാൻ. ഇതെന്താ നീല ശരിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ശരിയുള്ളത് എടുത്തൂടെ? നമ്മൾ ശരിയുള്ളതല്ലേ എപ്പോഴും എടുക്കേണ്ടത്. മുതലാളി ഇതാ ശരിയുള്ളതാ പിടിച്ച് നിൽക്കുന്നത്. ഇതെന്താ ശരിയാണല്ലോ മൊത്തം അവിടെ. ഓക്കെ, എന്നാ ഞാൻ പോട്ടെ എന്നാൽ. ഓക്കെ, ക്യാമറ നോക്കിയൊരു ആയി പറഞ്ഞോ. ജസ്റ്റ് ഒരു പ്രാങ്കാണ്, ആരും തെറ്റിദ്ധരിക്കരുത്. ഇല്ല. ഓ, പേരെന്തേനും? റസാൻ. ഓക്കെ, അപ്പോൾ ഡെയിലി വ്ളോഗ് കാണാം. പാട്ട് പാടാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഒരു ഇൻട്രസ്റ്റ്. ഓക്കെ, ഒരു പാട്ടറിയോ? ശരിക്കും പറയാന്ന് വെച്ചാൽ ഈ നിങ്ങൾ ഇത് ഞാൻ തന്നെയാണല്ലേ. ഓക്കെ, അപ്പോൾ പുയയോളം മൊഞ്ചി അതാ കണ്ണിൽ കൊഞ്ചി പറയാതെ ഓക്കെ. ഓക്കെ, ടിങ്കിൾ ടിങ്കിൾ ലിസ്റ്റിൽ സ്റ്റാർ ഐ വണ്ടർ വാട്ട് യു ആർ. അപ്പോൾ അത് വാട്സോ ആയി. എനിക്കൊരാൾ പാടിത്തന്നാ. ഓക്കെ, ഓക്കെ അല്ലേ? ബ്ലാക്ക് ഷീപ്പ് വെനി ഫുൾ യെസ് സാർ 3 bags ഫുൾ. ഓക്കെ, ബൈ. ഞാൻ ബൈ. ഓക്കെ, ബൈ. അങ്ങനെയാണ് എൻ്റെ പ്രാങ്ക് വരുന്നത്. നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രാങ്ക് ആക്കും. അപ്പോൾ അനസ് വ്ളോഗ് 21 ഇപ്പോൾ എവിടെയൊക്കെ വ്ളോഗ് എടുക്കുകയാണെങ്കിലും സമാധാനമായിട്ട് വ്ളോഗ് എടുത്ത് ഞാൻ പോയിക്കോളൂ. അതിൻ്റെ ഇടയിൽ കൂടെ ഓരോരുത്തർ വിളിച്ച് എന്നെ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അവിടെ പാട്ടുപാടി ഞാൻ അങ്ങോട്ട് എൻ്റെ ഒരു പരിപാടി അവതരിപ്പിക്കും. അതിന് വേണ്ടി വെറുതെ നിങ്ങൾ എന്നെ ഇതാക്കരുത്. മന്നാടിയാർ അങ്ങനെ പറഞ്ഞിട്ടൊരു ഡയലോഗ് ഉണ്ടായി, മറന്നുപോയി. എനിക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ബ്ലാക്ക് ഷീപ്പ് വെനി ഫുൾ യെസ് സാർ 3 bags ഫുൾ. ഞാനിപ്പോൾ എവിടെയുള്ളത്? തീവണ്ടി പോണ സ്ഥലത്തെത്തി. നമ്മളിപ്പോൾ തീവണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ നീളം കൂടിയ റെയിൽവേ ട്രാക്ക് അതെവിടെയാണെന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. ദിസ് ഈസ് റോങ് ആൻസർ. ഒരു ഐസുകാരുണ്ട് ഇവിടെ. പണ്ടത്തെ ഓർമ്മകൾ വരുന്നു. അത് ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്കൊന്ന് പോയി അടിച്ചു നോക്കാം. അത് ബ്രോ സ്റ്റോപ്പ് ദേർ, സ്റ്റോപ്പ്. Why ice is always beautiful? Ice. What is ice? Non-stop ice. Johnson ice. This is danger. Danger is don't build decross minrex nakras you vrikris go. Karasang. Okay. Okay. Okay, bye. അപ്പോൾ ജസ്റ്റ് ഒരു പ്രാങ്ക് ഷോ. ഓക്കെ, ക്യാമറ നോക്കി ഹായ് പറഞ്ഞോ. ഓക്കെ, ബൈ. ഐസുകാരൻ പേടിച്ചു പോയി.
ഗൈസ് ഞാനിപ്പോൾ എവിടെ എത്തി അറിയോ? നമ്മളെ കോട്ട് റോഡിലെത്തി. കോട്ട് റോഡിലാണ് ഇന്ന് മെയിൻ പരിപാടി വരുന്നത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നമ്മൾ ഈ ഗൾഫിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മലയാളം അറിയില്ല, ഹിന്ദി. ഇന്ത്യ മോനെ. ഓ തുമ്മാരെ നാം ക്യാ? മുഹമ്മദ് റിയാൻ. ഓക്കെ, അച്ഛാ നെയിം ഹിന്ദി. അപ്പോൾ വെർ ആർ യു ഫ്രം? മഹാരാഷ്ട്ര. ഓക്കെ, താങ്ക്സ്. ഓക്കെ, യൂട്യൂബ് ചാനൽ. വാട്ട് ഈസ് യുവർ നെയിം? അനസ് വ്ളോഗ് 21. ഓക്കെ, ബൈ. I mean. Yes, of course. Oscar. Wait, bro. Wait. Yes. Always beautiful. This is back. A film actor. Yes. Film actor. A KGF. नहीं. रोमांचम film actor. Yes. रोमांचम. Okay. ആത്മാവേ പോ ആത്മാവേ പോ. ഏതാ ഭാഷ? ഏതാ? ഹിന്ദിക്കാരാണ്. എനിക്ക് തോന്നുന്നു ഈ കോട്ട് റോഡിൽ മൊത്തങ്ങൾ പേടുന്നാണ് റെയിൽവേ ചാടി വരുന്നത്. No chadi. No. Mumbai is always a beautiful place. Okay. Yes. Sexy. Oh no. Delhi. It is YouTube. Which channel? YouTube is sexy. YouTube. No. ഇത് ഹായ് പറഞ്ഞു. What? Sexy low. No man. Why? No man. No. Why no sexy? No. Is We all do sex. then എടാ we come ഒന്നും here. മിണ്ടാതെ നിൽക്കടാ ഒന്ന്. സമാധാനമായി വ്ളോഗ് എടുത്തോട്ടെ. What? ഞാൻ ഒരു ആസ്ക് മീ ക്വസ്റ്റ്യൻ, ആൻസർ വിൽ ബി I have a I am question for you. He has a question. okay. How do we come to life? Our parents, parents they have sex. എന്ത് സാധനം അടിച്ച്? What? It's not sadhana, it's science. ഓക്കെ Have you watched Boss Baby movie? ഓക്കെ. Yes. ഞാൻ തന്നെ ഒരു പുലിയിൽ പെണ്ണ് പെട്ടുപോയതാണ്. We are not done. ഓക്കെ, സിംഗിങ് സോങ്. Yes. യെസ്, 4 lines. Keep 4 lines. I don't sing. Don't One Malayalam song I know. ഇല്ല മിണ്ടല്ലേ, ഒരു മിനിറ്റ്. എല്ലാവർക്കും വരും ചാൻസ്. ഓക്കെ, വെയിറ്റ്. ദിസ് ഈസ് സോങ്. Oh, songs? You want Yes. to hear a song? സോങ്. യെസ്. Melody? മെലഡി എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. Marathi. മറാഠിക്ക് മറാഠി ആയിക്കോട്ടെ. യെസ്. Marathi are you? നോട്ട് ഡി ജെ ഓൺലി സിംഗ്. Sexy song. കോൺസ വാല. എടാ നിങ്ങൾ എന്നാലില്ലേ, നിങ്ങൾ പൊയ്ക്കോ, അതാ നല്ലേ. What? നിങ്ങൾ ജാവോ ഇംഗ്ലീഷ് മോട്ടിവേറ്റർ. ഓക്കെ, എന്നാല് മിണ്ടാണ്ട് കുറച്ചു നേരം നിൽക്കണം. യെസ്, ഒന്ന് മിണ്ടാണ്ട് നിൽക്കണം. ഓക്കെ, ഒരു മിനിറ്റ്. Your finger lips. No. Our finger lips. ഒന്ന് ഷൂട്ട് ഒന്നും മിണ്ടാണ്ട് ഒരു 10 മിനിറ്റ് മിണ്ടാൻ നിൽക്ക്. ഓക്കെ, Let's go. നിങ്ങൾ പറയും. No, I don't sing. ഐ ഡോണ്ട് സിംഗ്. Yeah. ഓക്കെ, മേരാ ചാനൽ നെയിം അനസ് വ്ളോഗ് 21. Anus low. അനസ് വ്ളോഗ് 21. ANUS. യൂട്യൂബ് എടുക്ക്. ANAL. യെസ്, ANS. ANAS. Guys, 34 million ആളാണ്. വാട്ട് ഈസ് യുവർ നെയിം? Give him some opportunity for man. എനിക്ക് നിങ്ങൾ ഒരു ഭാഷ മനസ്സിലാവില്ല. ഞാൻ പോട്ടെ, ബൈ. ഒരു ക്യാമറ നോക്കി ഹായ് പറഞ്ഞു. We work for high. ഹായ് പറഞ്ഞു. ഹായ്. Okay, and we are leaving, okay? ഓക്കെ, ലിവിങ്. യെസ്. ശരിട്ടോ, കാണാം. ശരിട്ടോ. മലയാളോ? ഇത്രയും നേരം മലയാളം അറിയണി. കാണാം. ഓക്കെ ചെക്ക, ബൈ. നമുക്ക് ഇത്രയും നേരം പോലും നമ്മളിട്ട് കറക്കായിരുന്നു ഗൈസ്. ഇത്രയും നേരം നമ്മളിട്ട് കറക്കായിരുന്നു. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ പ്രാങ്ക് ഷോ അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്താളെ പിടിക്കാം. അപ്പോൾ ഭാഷ അറിയുന്ന പോലെ തന്നെ പിടിക്കാം. ഇങ്ങനത്തെ പോലെ എടുത്ത് വന്ന് പെട്ടുപോയാൽ ലോക്കായി പോകും. വീഡിയോ റീല് കാണലുണ്ട്. ഓക്കെ. അടിപൊളി അല്ല അതല്ല. പ്രാങ്ക് ഉണ്ട്. പ്രാങ്ക് വേണോ? എനിക്കാണെങ്കിൽ കരഞ്ഞിട്ടാണ് പ്രാങ്ക് എടുക്കാൻ പോണത്. എങ്ങനെ?
ഓക്കെ, കുറച്ച് കരയാൻ പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ കുറച്ച് പേരോട് കരഞ്ഞാലോ എന്നാ. എൻ്റെ മോൻ ഇത് ഏതാ വണ്ടി? ഡ്യൂക്കോ? ആ DUK അനസ് തന്നെ. ഇന്നെങ്ങനെ അമ്മ അത്രയും വൈറലായി പോയില്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു പാട്ട് പാടാൻ പറ്റുമോ? ഏതെങ്കിലും ഹെൽമെറ്റൊക്കെ ഇട്ട് പാടിക്കുക, ആരും അറിയാൻ പോണില്ല. ഒരു പാട്ട് പറ്റുമോ? എന്നാൽ ഫ്രണ്ട് ഒന്ന് പൊന്തിച്ചൊന്ന് സെറ്റാക്കാൻ പറ്റുമോ? ഇല്ല പ്രശ്നമൊന്നുമില്ല, ഒന്ന് പൊന്തിച്ചോ. പൊന്തിച്ചോ? സീനാണല്ലേ? ഓക്കെ, എന്നാൽ വ്ളോഗ് വെച്ച് കാണാം. ഓക്കെ, ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞു. ഓക്കെ, ഹാപ്പി അല്ലേ? മേരി ക്രിസ്മസ് ആയിരുന്നു ഇന്നല്ലേ. അപ്പോൾ അടുത്ത കൊല്ലം ന്യൂ ഇയർ ആവുന്നുണ്ട്. ഓക്കെ, എന്നാൽ ഞാൻ കാണാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ചെയ്യാം. ഓക്കെ, അത് നമ്മളിതാ ട്രെയിനാണ് നിങ്ങളുടെ ക്യാമറയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാ സെക്കൻഡ് ക്ലാസ് ആയി, ഇപ്പോൾ CR ആയി, എന്തൊക്കെയോ എഴുതി കാണിക്കുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടെ അടുത്തെത്തിയിട്ടുള്ള കാഴ്ചകൾ കാണാം. ഗൈസ്, ഞാനിങ്ങനെ അടുത്തെത്തുമ്പോഴത്തേന് ട്രെയിൻ ഓടിക്കഴിഞ്ഞു. ഇനി ട്രെയിനും ഇല്ല, ഒന്നുമില്ല. ഇനി നമുക്ക് നേരെ നാട്ടിലേക്ക്. ഗൈസ്, നമ്മളിപ്പോൾ ഒരു ലിഫ്റ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് കുറച്ചപ്പുറം വരെ ഇങ്ങനെ നടക്കാൻ വയ്യാത്തത് കാരണം കൊണ്ട് നമ്മളിപ്പോൾ ഒരു ലിഫ്റ്റ് അടിച്ചു. ഗൈസ്, ഞാനിവിടെ നിന്നായിരുന്നു ഷർട്ട് എടുത്തത്. അപ്പോൾ ആ ഷർട്ടാണെങ്കിൽ ഒരു ഐസ് വന്ന് കറയായിപ്പോയി. അപ്പോൾ എനിക്ക് വേറൊരു ഷർട്ട് തരാൻ പറ്റുമോ? അങ്ങനെയാണ്. അതൊരു വിഷയം. ഓക്കെ, നിങ്ങളെ പേരെന്തായിരുന്നു? എൻ്റെ പേര് അജു. ഓക്കെ, ഇതിൽ ആർക്കാണ് നല്ല പാട്ട് പാടാൻ കഴിവുള്ളത്? സോങ് നല്ല പാടുന്നത് ആണല്ലേ? ഓക്കെ, ഒരു പുഴയോളം മൊഞ്ച് കണ്ണില് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ സ്ഥാപനത്തിന് ഫോക്കസ് ചെയ്യണം. പാട്ട് പാടാൻ നമുക്ക് പറ്റില്ല. പ്രശ്നമില്ല, മുതലാളിയാണ് ഇതിലുള്ളത്. അപ്പം നിങ്ങൾക്ക് പാട്ട് പാടാം. മുതലാളിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്റ്റാഫ് പാട്ട് പാടാൻ പോവാണ്. അപ്പോൾ മുതലാളി ഇത് വ്ളോഗ് കാണുകയാണെങ്കിൽ ക്ഷമിക്കണം. മുതലാളി ക്ഷമിച്ച്. പാട്ട് പാടാനുള്ള കഴിവുണ്ടെങ്കിൽ നമ്മൾ പാട്ടിൻ്റെ ഒരു ആ രീതിയിലേക്ക് ഫീൽഡിലേക്ക് എത്തും. കഴിവില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഷോപ്പിലുള്ളത്. കഴിവ് ഉള്ളിന്ന് വരുന്നതാണ്. ഉള്ളിന്ന് വരണോ? ഇതിൻ്റെ ഉള്ളിൽ എന്ത് കഴിവുണ്ടോ? ഇല്ല, അവിടെ ഇല്ല. ഒന്ന് ആ മൂപ്പര് അയാളെ. ഓക്കെ ഗൈസ്, ആ കാസർഗോഡുള്ള ആള് വെറുതെ പറഞ്ഞതല്ലേ പാട്ട് പാടാൻ അറിയുന്നു. ഓക്കെ, ഒരു പാട്ടും അറിയില്ല. പേരെന്തായിരുന്നു? ഷെയ്ൻ. ജസ്റ്റ് ഒരു പ്രാങ്ക് ഷോ ആണ്. ഓക്കെ, പ്രാങ്കാണ്. ഓക്കെ, അനസ് വ്ളോഗ് 21 അറിയാലേ? ഓക്കെ. അപ്പം ഗൈസ്, ഇവിടെ വൻ കളക്ഷനും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. എന്താ അറിയില്ല, പല ടൈപ്പ് സാധനങ്ങളാണ്. മറ്റേ മോനെ അതൊക്കെ നോക്കി, ഏതാ കളർ സാധനം അറിയോ? മറ്റേ മോനെ നിങ്ങൾ കളറിൽ മുക്കിയിട്ടാണോ തരുന്നത്? അങ്ങനെയാണല്ലോ, അതാ ഈ കളറില്ലേ? ഓക്കെ, എന്നാൽ ഞാൻ പോട്ടെ. ഓക്കെ, ബൈ. കാണാം, വ്ളോഗ് കാണാം. ഒരു ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞോളി. വരും. ഇതിന് ഇവിടെ മൊത്തം കളറായിരിക്കും. ഓക്കെ, ഹായ്. പോട്ടെ. എവിടെയോ കണ്ടു പരിചയമാതിരി. ഇന്നലെ സീരിയലിൽ അഭിനയിച്ചില്ലായിരുന്നു? ഇല്ലല്ലേ? ഓക്കെ, എന്നാൽ ഞാൻ പോട്ടെ. ബൈ. ഒരു പ്രാങ്കാണ്. ഓക്കെ, തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. ബൈ. ഗൈസ്, നമ്മൾ കുറച്ച് പുതിയ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പേരെന്താ? റയാന്. ലുലു. പിന്നെ ആരാ ഉള്ളത്? പ്രേംജിത്ത്. അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാം. അപ്പോൾ നിങ്ങൾ മൂന്നാൾ ഇവിടെ നിന്നോ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം അതെവിടെയാണ്? വെസ്റ്റ് ബംഗാൾ. പിന്നെ വെസ്റ്റ് ബംഗാൾ അറിയില്ല. അപ്പോൾ നിങ്ങളത് റോങ് ആൻസറാണ്. ആൻസർ ഗോരഖ്പൂർ. ഓക്കെ, ബൈ. എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. ഓക്കെ, എന്നാൽ നിൽക്കൂ. GK അല്ല, സിമ്പിൾ മാത്സ് ആണ്. മാത്സ്. ഓക്കെ, മാത്സ് ആണ്. 777 + 333 എത്ര? അല്ല, കാൽക്കുലേറ്റർ വെച്ച് കൂട്ടിയത്. എന്താ കഥ? 333. യെസ്, 1020.
നിങ്ങൾ എത്രയാണ്? 900. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾ എത്രയാണ്? നിങ്ങൾ രണ്ടാളുള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം. ഓല ഏതായാലും റോങ് ആൻസർ പറഞ്ഞു. നിങ്ങൾക്ക് റെഡി ആൻസർ പറയാം. 777 പ്ലസ് 333 പ്ലസ് 333 1000. ഓക്കെ. എവിടുന്നാ വരുന്നത്? തിരൂരുള്ളവരെല്ലാവരും ഇങ്ങനെ തന്നെ. പൊട്ടത്തരാണ്. 1110. ഓക്കെ ബൈ, കാണാം. ഓക്കെ അല്ലേ? എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. ക്യാമറ നോക്കി ആയി പറഞ്ഞോ. ഓക്കെ ബൈ ഗായ്സ്. ഇപ്പോൾ 45 മിനിറ്റ് ആയി. പക്ഷേ എനിക്ക് ലെങ്ത് ഉള്ള വീഡിയോസ് എടുക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതിനോടാണ് ഇത്രയും ലെങ്ത് വരുന്നത്. അപ്പോൾ പിന്നെ ആണെങ്കിൽ ഒരുപാട് ഫാൻസും ഉണ്ട് SM സ്ട്രീറ്റിൽ. ഇഷ്ടംപോലെ ഫാൻസുകളാണ്. പിന്നെ അവരെ കുറേ മീറ്റ് ചെയ്യണം. ഇവരായിരുന്നു നേരത്തെ വീഡിയോയിലുണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പ്രാങ്ക് നടത്താം. അപ്പോൾ ഇനി ഫുൾ പ്രാങ്ക് ആയിരിക്കും. ഇനി ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഗൈസ് കണ്ടില്ലേ, ഇവിടെ ഈ SM സ്ട്രീറ്റ് മൊത്തത്തിൽ ഫാൻസാണ്. എനിക്ക് ഫാൻസുകളെ വ്ളോഗ് വേറെ വരുന്നുണ്ട്. ഡെയിലി കാണും. ഓക്കെ. എന്നാൽ ക്യാമറ നോക്കി ആയി പറഞ്ഞു. ഓക്കെ 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 ആണല്ലേ? ഓക്കെ. കണ്ടില്ലേ ഗൈസ്, ഫാൻസിൻ്റെ സെപ്പറേറ്റ് ഒരു വ്ളോഗ് ചെയ്യേണ്ടി വരും. ഇനി നിങ്ങൾ കുറച്ച് പബ്ലിക് റിയാക്ഷൻസ് കണ്ടോ? ഒരു വ്ളോഗർ ഇപ്പോൾ ഒരു പബ്ലിക്കിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ എന്തൊക്കെ റിയാക്ഷൻസ് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് എൻ്റെ ക്യാമറയിൽ കാണാം. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വിളിക്കും. എനിക്ക് സമയമില്ല ബ്രോ. എനിക്ക് ഇത് ഫാൻസുകൾ നമ്മളെ ബുദ്ധിമുട്ടാക്കുകയാണ് സംഭവം. നമ്മളിങ്ങനെ പോകുമ്പോൾ എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അത് കണ്ടില്ലേ, പബ്ലിക് റിയാക്ഷൻസ് ആണ്. ഇപ്പോൾ എല്ലാവരും എൻ്റെ കയ്യിൽ ഒരു വ്ളോഗിൻ്റെ ക്യാമറ ഉണ്ടാകുമ്പോൾ റിയാക്ഷൻസാണ് എൻ്റെ ക്യാമറയിൽ കാണുന്നത്. പിന്നെ വൻ തിരക്കാണ്. ഇപ്പോൾ ക്രിസ്മസ് പരമായിട്ടാണ് തോന്നുന്നത് ഇത്രയും തിരക്ക്. കണ്ടില്ലേ? പിന്നെ ഓരോരുത്തർ ഇങ്ങനെ നോക്കണതും ഉണ്ടാവും. പബ്ലിക് റിയാക്ഷൻസ് ആണ് നിങ്ങൾ പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ഓരോൾ തിരിഞ്ഞൊക്കെ നോക്കും. ചില ആൾക്കാർ മാത്രം. ചിലവർ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കൂല. ചിലവർ നോക്കും. ചിലവർ മാത്രം നോക്കും. ഗൈസ് നമ്മളിങ്ങനെ പോവാണ്. ഗൈസ് നമ്മൾ കുറച്ച് പുതിയ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. പേരെന്താ? സൈന. മുബിസിന. നിങ്ങളെ പേരെന്താ? ഓക്കെ. അപ്പോൾ ഗൈസ് ഇവരില്ലാന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മാത്സ് ആണ് ചോദിക്കാൻ പോണത്. 777 പ്ലസ് 333 എത്ര? 1000. ഓക്കെ. എവിടെ പഠിക്കുന്നത്? അല്ലല്ല, അവിടെ പഠിക്കുന്നത് 1000 അല്ല. 777 പ്ലസ് 333 1110. അപ്പോൾ എവിടെ പഠിക്കുന്നത്? അതാൻ്റെ എവിടെ പഠിക്കുന്നത്? അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും റോങ് ആൻസർ ആയിട്ടുണ്ട്. 1100 റോങ് ആൻസർ ആയിട്ടുണ്ട്. 1110 റോങ് ആൻസർ. 1110. ഓക്കെ ബൈ. അപ്പോൾ എൻ്റെ വ്ളോഗ് വെച്ച് കാണാം. ഓക്കെ ബൈ. വ്ളോഗിൻ്റെ പേര് അനസ് വ്ളോഗ് 21. ഗായ്സ് എന്ന് പറയരുത്, നമ്മൾ വീഡിയോ സെപ്പറേറ്റ് എടുത്ത് പോവാണ്. അപ്പോൾ എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ആൻസർ പറയുകയാണെങ്കിൽ ഗിഫ്റ്റ് ഞാൻ തരാം. ഓക്കെ. ഇന്ത്യയിൽ ഇന്നലെ നടന്ന ഒരു സംഭവമാണ്. അപ്പോൾ എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ വളരെ ക്രഷ് അടിച്ചു. ഫുൾ ക്രഷാണ്. അതിനോടാണ് ഞാൻ നിങ്ങളെ തന്നെ സെലക്ട് ചെയ്യാൻ കാരണം. അപ്പോൾ കമ്മിറ്റഡ് ആണോ? നോ. അപ്പോൾ കമ്മിറ്റഡ് എന്താ ആവാത്തത്? ഇങ്ങനെ കമ്മിറ്റഡ് ആവാത്ത കുറച്ച് ആൾക്കാരെ എൻ്റെ ചാനലിലുള്ളൂ. അപ്പോൾ നിങ്ങൾ താല്പര്യമില്ല? നിങ്ങൾ താല്പര്യമുണ്ടോ? അതെന്താ താല്പര്യമില്ലാത്തത്? നമുക്ക് ഒരുമിച്ച് കമ്മിറ്റഡ് ആവാം. ഞാൻ ഒരു വ്ളോഗറാണ്. എനിക്ക് 3K ഫോളോവേഴ്സ് ഉണ്ട്. 3K ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബർ കമ്മിറ്റഡ് ആവാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മാത്രമേ ചാൻസ് തന്നിട്ടുള്ളൂ. നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ആൻസർ പറയുകയാണെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ പൊളിച്ച് സ്റ്റാറായി. ഓക്കെ. 777 പ്ലസ് 333 എത്ര? 777 പ്ലസ് 333 എത്ര? 1000. ഓക്കെ. കമ്മിറ്റഡ് ആവാൻ നന്നായി. അതാണ് പ്രശ്നം. നിങ്ങൾ പറയൂ. 777 പ്ലസ് 333 1110. 1110. അപ്പോൾ നിങ്ങൾ കമ്മിറ്റഡ് ആവാത്തത് നിങ്ങൾക്ക് ബെറ്ററാണ്. ഓക്കെ.
ഓക്കെ ബൈ. അപ്പോൾ ആൻസർ പറയാത്ത ആൾക്കാരോട് ഒരു പാട്ട് പഠിപ്പിക്കലുണ്ട്. അപ്പോൾ നിങ്ങളെ ഫ്രണ്ടിനോട് ഒരു പാട്ട് പഠിപ്പിക്കാൻ പോകാം. ഓക്കെ, ഒരു പാട്ട് മതി, സിമ്പിൾ. എന്നാൽ ഞാൻ പറഞ്ഞുതരാം. ഒരു ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ, അപ്പോൾ അത് വാസുവായി, പിന്നെ ബ്ലാ ബ്ലാ ബ്ലാക്ക് ഷിപ്പ് എനി വെനി വെനികൂൾ, അതും കുറേ പാട്ടുണ്ട്. പിന്നെ കുഞ്ചിയമ്മക്ക് 5 മക്കളാണ്, 5ാമൻ ഓമന കുഞ്ചുവാണ്. അപ്പോൾ ഇന്നലത്തെ സീരിയലിൻ്റെ ലാസ്റ്റ് എനിക്ക് കണ്ടപ്പോൾ കരച്ചിൽ വന്നിട്ട് എൻ്റെ മോനെനിക്ക് കരഞ്ഞിട്ട് നിൽക്കാൻ പോലും കഴിയുന്നില്ല. എനിക്ക് കരഞ്ഞിട്ട് നിൽക്കാൻ പോലും കഴിയുന്നില്ല. പക്ഷേ പേര് ജീം ബൂംബ, പേര് ജീം ബൂംബ. ഓക്കെ, ഈ ഞാൻ സത്യം പറയട്ടെ, ഈ ലോകമല്ലേ, ഈ ലോകം, ഈ കൊച്ചു കേരളത്തിൽ ഇങ്ങനെ ഒരു വ്ളോഗർ നിങ്ങൾ ഈ ജന്മത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, കണ്ടില്ലല്ലോ. ഓക്കെ, അങ്ങനത്തെ ഒരു വ്ളോഗറാണ് ഞാൻ. അപ്പോൾ എൻ്റെ ചാനൽ പറയുന്നത് അനസ് വ്ളോഗ് 21. ഇത് അനസ് വ്ളോഗ് 21ൻ്റെ ജസ്റ്റ് ഒരു പ്രാങ്കും ക്വസ്റ്റ്യനും ഡാൻസ് പാട്ട് എല്ലാം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വ്ളോഗിൽ വെച്ച് കാണാം. ക്യാമറ നോക്കിയൊരു ആയി പറഞ്ഞു. ഓക്കെ, ബൈ ഗായ്സ്. ഇതിൻ്റെ മോക്ക് ഇഷ്ടപ്പെടുമോ ഗായ്സ്? ഇത് ഇതിൻ്റെ മോക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കണം, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ മോൾക്ക് ഇട്ടാൽ രസമുണ്ടാവുമെന്ന് അറിയില്ല. ഇത് വരുന്നത് ഫുൾ മറ്റേ ഭൂതങ്ങളൊക്കെ ഇടാൻ ടൈപ്പാണ്. പിന്നെ എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെടുക. എൻ്റെ മോളെ കണ്ടോ? എൻ്റെ മോൾ എവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു? എൻ്റെ മോളെ കണ്ടോ? ഗൈസ്, BMW. അമ്മയ്ക്ക് ഈ വണ്ടികളോട് പൊതുവേ ക്രൈസാണ്. അപ്പോൾ എല്ലാവരും ആ ബെൽ ബട്ടനും ലൈക്കൊക്കെ അടിച്ചിടണം. നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ഇടുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ആ ബെൽ ബട്ടണൊക്കെ അടിച്ചിടുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത പ്രാങ്ക് ചെയ്യാൻ പോവാണ്. ഗൈസ്, നമ്മളെ കുറച്ച് ഫാൻസുകളെ കണ്ടുപിട്ടിട്ടുണ്ട്. ഫാൻസിൻ്റെ പേരെന്താ? ഗായത്രി, ഹമീഷ. എവിടെ പഠിക്കുന്നത്? വളാഞ്ചേരി. ഈ വളാഞ്ചേരി പറയുമ്പോൾ ഈ സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള അതെ, അതാ വളാഞ്ചേരി അല്ലല്ലേ? ഓക്കെ, അപ്പോൾ ഈ വളാഞ്ചേരി ട്രിപ്പ് പോകാന്നൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ അവിടെ ഈ കുതിരകളൊക്കെ കെട്ടഴിഞ്ഞ് ഓടുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നതാണ് എൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. കുതിരകളെ കണ്ടില്ലേ? അതെ, ഈ കുതിരയ്ക്ക് എത്ര കാലുണ്ട്? 4 കാല്. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ട കുതിരയ്ക്ക് 10,000 കാലുകളായിരുന്നു. അപ്പോൾ ആ കുതിര എന്നോട് പറയുന്നത്, നിങ്ങൾ എവിടെ പോയാലും ഈ കുതിരകളെ കളിമാരി നിങ്ങളൊന്നും കളിക്കാൻ നിൽക്കരുത്. നിങ്ങൾ എന്തിനാ, നിങ്ങൾ കൈമൽ എന്താ ഉള്ളത്? എടാ, നമ്മൾ വീഡിയോ എടുത്തോട്ടെ. ഫാൻസുകളാണ്, നമ്മൾ അത്രയും ഫാൻസായി പോയി. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ കിട്ടിയില്ലെങ്കിൽ പൊതുവെ എൻ്റെ ചാനലിൽ പഠിപ്പിക്കുന്ന ഒരു പാട്ടുണ്ട്, ഒരു ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഹൗ ഐ വണ്ടർ. അത് നിങ്ങൾ പാടണ്ട, നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു പാട്ട് പുതുതായിട്ട് ഇറക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ പാടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 1 hour ആയി ഈ വീഡിയോ. ഓക്കെ, 1 മണിക്കൂറിൻ്റെ വീഡിയോ ആണെന്ന് കയറാൻ പോണത്. പേടിയുണ്ടോ? പേടിയില്ല. 1 മണിക്കൂറിൻ്റെ വീഡിയോ പേടിയില്ല. പേടി എന്താണെന്ന് വെച്ചാൽ ഒരാളെ ഒരു ദിവസത്തെ നെറ്റ് മുഴുവൻ എൻ്റെ വീഡിയോ കാരണം തീർന്നു പോകും. അനസ് വ്ളോഗ് 21. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നാൽ ക്വസ്റ്റ്യത്തിൽ കിടക്കാം. ഇതുവരെ എത്ര നേരമായി നിങ്ങൾ ഈ SM സ്ട്രീറ്റിൽ കറങ്ങി കളിക്കുന്നു? അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് ഒരു മാത്സ് ആണ്. 777 + 333 എത്ര? 1000. ഓക്കെ, വളഞ്ചേരിയുള്ള ആൾക്കാർക്ക് ഇത്രേ ബുദ്ധി ഉണ്ടാവുള്ളൂ, 1000 പറയാനേ അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾ എവിടെ സ്ഥലം? എടപ്പാളുള്ളല്ലോ ഒന്ന് പറഞ്ഞോണ്ടോ? 777 + 333. ആ, എനിക്ക് 1000 തന്നെ. കാൽക്കുലേറ്റർ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആൻസർ ഏതായാലും റോങ് ആയില്ലേ? അപ്പോൾ 1110 ആൻസർ. ഓക്കെ, ഇനി നിങ്ങളൊരു പാട്ട് പാടും. പെട്ടെന്ന് പാടിക്കോ. ഏത് പാട്ട് പാടാം? 3, 2, 1 ഗോ. ഇതെന്താ ഇത് ഓട്ട മത്സരമല്ല. 3, 2, 1 ഗോ എന്ന് പറയാൻ ഇതൊരു ഇതാണ്. ഒരു ഈ ഡാബ്സിനെ അറിയില്ലേ? ഞാൻ ഡാബ്സിന്റെ ആരാന്ന് അറിയും? ആരാധകൻ. മോനെ, അത്രയും അങ്ങനെ ആരാധിക്കാൻ അവനെ ആരാണ്? ഡാബ്സി ആരാ? റാപ്പർ. അപ്പോൾ നിങ്ങൾ ഡാബ്സിന്റെ ആരാധകനാ? ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾവേസ് ഡാബ്സിന്റെ ഫാനാണ്. ഓക്കെ, ഞാൻ ആരാധകനല്ല.
ഓക്കെ ആരാധകൻ തന്നെയാണ് ഫാന്. അങ്ങനെയാണ്. ഫാൻ എന്ന് പറഞ്ഞാൽ ഈ കറങ്ങണ ഫാന് അതല്ല ആ ഫാനല്ല, ഇത് വേറെ ഫാൻ. ഇത് വേറെ ഫാൻ. ഓക്കെ, അപ്പോൾ എൻ്റെ കോമഡി തമാശയൊക്കെ നിങ്ങളിപ്പോൾ നിൽക്കും. അപ്പോൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. അപ്പോൾ 2 വരി പാട്ട്, ഒരെണ്ണം നിങ്ങൾ പാട്ട് പഠിക്കും. അല്ല, എന്നാ കുറച്ച് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, എപ്പോഴും ഉപ്പിലിടുന്ന ഒരു സംഭവം ഉണ്ട്, ഒരു വസ്തു ഉണ്ട്, അത് എന്താണ്? അതിൻ്റെ ഒരു കുസൃതി ചോദ്യമാണ്. അതെ, കുസൃതി ചോദ്യം പറയൂ. ഗൈസ്, ഇവരെ നമ്മൾ ഇന്ന് തീർക്കാൻ പോവാം. ഗായത്രി തീർന്ന്, എടപ്പാളല്ലേ, എടപ്പാള് ചവിട്ട്, കാലിനൊക്കെ ചവിട്ടുന്നു. എപ്പോഴും ഉപ്പിലിടുന്നതാ. അതെ, ഒരു കുസൃതി ചോദ്യം. പെട്ടെന്ന് ആൻസർ പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് പോവാം. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, വൈ വണ്ടർ വാട്ട് യു ആർ, അപ്പോ ദ വാസോയ്. ഇന്നലെ ചന്ദനമായ സീരിയൽ കണ്ടിട്ട് ഞാൻ ഒരു പൊടി കടയ്ക്കാൻ പോലും കഴിഞ്ഞു. ചന്ദനമായ കഴിഞ്ഞ് ഞാൻ പേര് മാറിപ്പോയതാ. അപ്പോൾ എനിക്ക് മറ്റേ സീരിയൽ സത്യം പറഞ്ഞാലേ കാണാൻ പറ്റൂല, നമുക്ക് ഡേഞ്ചറാണ്. സീരിയൽ കണ്ടാൽ എനിക്ക് പെട്ടെന്ന് കരയിൽ വരും, ഈ കരഞ്ഞിട്ട് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ പൊതുവേ സീരിയൽ കാണാത്ത ഒരു ക്ലൂ കുസൃതി ചോദ്യത്തിന് ഞാൻ പൊതുവേ ക്ലൂ കൊടുക്കലില്ല. തായോന്നോ? ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇത്ര ഒന്നല്ല, ഇത് നിങ്ങൾ ചെറുതാണ്, ഇത് കുറേ ഉണ്ട്. ഇതിപ്പോൾ ലെങ്ത് കൂടിക്കൊണ്ട് നിൽക്കുക. ഇത് നിങ്ങൾ ചെറുതാണ്. ക്ലൂ ഞാൻ ഇപ്പോൾ തരാന്ന് വെച്ചാൽ, എന്നാൽ ഞാൻ വേറെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകണം. അതിൻ്റെ ആൻസർ സ്പൂണാണ് എപ്പോഴും ഉപ്പിലിടുന്ന വസ്തു. ഓക്കെ, ഉപ്പിലിട്ടേക്കണ അതല്ല എന്റെ ചോദ്യം, അതല്ല. അപ്പൊ ആദ്യം ഇടുന്ന വസ്തു എന്താണ്? അതന്നെ, എപ്പോഴും ആദ്യം ഉപ്പിലിട്ട് വെക്കണ വസ്തു. എന്നായിക്കോട്ടെ, വേറെ ക്വസ്റ്റ്യൻ പിടിക്കാം. വേറെ ക്വസ്റ്റ്യൻ, പാട്ട് പാടാം. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത്, തന്നനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗനിക്കാറ്റ്. ഓഹോ ഓഹോ. ഇനി നിങ്ങൾ പാട്ടും. എന്നായിക്കോട്ടെ, എന്നാ ഞാൻ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം എവിടെയാണ്? പറയൂ. എല്ലാ പ്ലാറ്റ്ഫോമും നീളം കൂടിയത്, ഇത് ഏറ്റവും നീളം കൂടിയത്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയത്. എല്ലാം കണക്റ്റഡ്. ഇതിന്റെ ക്വസ്റ്റ്യൻ അങ്ങനെയാണ്, ഇതൊന്ന് സഹകരിക്കൂ. അറിയില്ല. എല്ലാം കണക്റ്റഡ് ആണ്. എന്നായിക്കോട്ടെ, ക്വസ്റ്റ്യൻ ക്യാൻസൽ. ഇനി വേറെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നിങ്ങളെ കണക്കിൽ മൊത്തം എറർ ഉണ്ട്. അതെ, ഉത്തരം ഏത്? ഗോരഖ്പൂർ. ആ പ്ലാറ്റ്ഫോമാണ് ഏറ്റവും നീളം കൂടിയത്. വേണം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഓക്കെ, PSC ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, PSC ക്വസ്റ്റ്യൻ ചോദിക്കാൻ PSC എഴുതണമെന്ന് എവിടെയെങ്കിലും നിയമമുണ്ടോ? ഇല്ല, ഞാനിത് സ്വപ്നത്തിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വായിച്ചെടുക്കല. നമ്മളത് എന്തോ ഇന്റർവ്യൂ ഒക്കെ എടുക്കണ മാതിരി ഉണ്ട്. എടാ, നിങ്ങൾ ഇന്റർവ്യൂ എടുക്കല, ഞാൻ നിങ്ങളല്ലേ എടുക്കുന്നത്. ഓക്കെ, ഞാനല്ലേ യൂട്യൂബർ, ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. മറന്നുപോയി നിങ്ങള്. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ഒരു കുസൃതി ചോദ്യമാണ്. ഓക്കെ, ആർക്കും പോകാൻ പറ്റാത്ത ജില്ല ഉണ്ട്, ആ ജില്ല ഏതാ? അതിന് വേണേ ഒരു ക്ലൂ തരാം. കറണ്ട് പരമായിട്ട് അതിന്റെ ക്ലൂ പറയും. അതെ, നമുക്ക് ഇനി ഇവിടെ തന്നെ വൈൻഡപ്പ് ചെയ്താളാം. ഇനി ലെങ്ത് കൂടി പോലെ കുറേ ആൾക്കാർ വരുമ്പോഴേ ഡേഞ്ചർ ആവും. നിങ്ങളന്മാരെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർന്ന് ഞാൻ. അതെ, ആർക്കും പോകാൻ പറ്റാത്ത ജില്ല. ഇതിൻ്റെ ചാനലിലെ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. ഐസ് അവിടെ ഉള്ളവരൊക്കെ നമ്മളെ പബ്ലിക് റിയാക്ഷൻസ് ആണ്. ഇവിടെ മൊത്തം നമ്മളെ പബ്ലിക് റിയാക്ഷൻസ് എടുത്തുകൊണ്ടിരിക്കുക. ഇതിപ്പം തന്നെ 1 hour ആവും. കിട്ടൂല? ഓക്കെ, കിട്ടുമോ? കിട്ടൂല. കിട്ടിയില്ലെങ്കിൽ ഒരു 4 വരി പാട്ട്, സിമ്പിള്. ഞാൻ ഏതായാലും ആലുവ പുഴയുടെ പറഞ്ഞില്ലേ, ആലോചിച്ചോളൂ. ആയിക്കോട്ടെ. ഓ, പറ്റും. കുസൃതി ചോദ്യം. ഷായിന എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടിനെ വിളിക്കാൻ പോവാണ്. ഇതാ ഫ്രണ്ടിനെ കിട്ടിയാൽ ഞാൻ നിങ്ങൾക്ക് ഒരു വലിയൊരു ഗിഫ്റ്റ് ഞാൻ തരാം. ആർക്കും പോകാൻ പറ്റാത്ത ജില്ല, എൻ്റെ കുസൃതി ചോദ്യം. യെസ്, ഇനി ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ആർക്കും പോകാൻ പറ്റാത്ത ജില്ല. ഇനി ക്വസ്റ്റ്യൻ കോളായി എന്ന് പറയരുത്. ഓക്കെ, ലാസ്റ്റ് ജില്ല എന്ന് പറഞ്ഞിട്ടാണ് കുസൃതി ചോദ്യത്തിന് ആൻസർ വരാം. കോളേജ് ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഗൈസ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വിട്ട് നിൽക്കാം. ഓൾക്ക് ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടുമോ നോക്കാം. നമ്മളെ സ്പെഷ്യൽ ചോദ്യമാണ്. അതിന് ആൻസർ എന്താ പറയുക? വോൾട്ടേജ് ഇല്ല ആ ജില്ലയില. കിട്ടിയോ? വിളിച്ചോണ്ടിരിക്കുക. ഓക്കെ ഗൈസ് ഇവര് വിളിച്ചോണ്ടിരിക്കാന്ന് പറയുന്നത്. എടി മൊയന്തേന്നൊക്കെ പറയുന്നുണ്ട്. ഷാഹിന ഫ്രണ്ടാണോ? ഓക്കെ ഷാഹിന വേറെ ഫ്രം ഷാഹിന എടപ്പാളുള്ളവർക്ക് ബുദ്ധി ഉണ്ടോ നോക്കാം നമുക്ക്. ഓക്കെ ഗൈസ് നിങ്ങൾ ആരും ഒന്നും പേടിക്കും വിഷമിക്കും ഒന്നും ചെയ്യരുത്. 1 hour ഇന്നെ കൊണ്ട് അറിയാണ്ടായിപ്പോയതാണ്. ഒന്നാമത് ഫാൻസിൻ്റെ വ്ളോഗ് സെപ്പറേറ്റ് എടുക്കണം. അപ്പോൾ ദാ ഇവിടുന്ന് തന്നെ പബ്ലിക് റിയാക്ഷൻസ് ഇങ്ങനെ കണ്ടില്ലേ, ഓരോരുത്തരും ഇങ്ങനെ നോക്കുന്നത് കണ്ടില്ലേ. പറയൂ ക്വസ്റ്റ്യൻ പറയൂ. ഇത് 1 hour വ്ളോഗായിട്ടോ. 1 hour കഴിഞ്ഞ് ഇത്തിരി സമയം. ഓക്കെ നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. പോസ് ചെയ്ത് നോക്കാം. ഗൈസ് ഇവർക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കി നോക്കാം. വീഡിയോ പോസ് ചെയ്യുന്നുണ്ട്. 1 hour വീഡിയോ. അല്ല പടച്ചോൻ എനിക്ക് അറിയ പോലും ഇല്ല. ഞാനിങ്ങനെ എൻ്റെ ഒരു രീതിയിൽ എടുത്തു പോയതാണ്. കിട്ടുമോ? നീ ഇവിടെ ഫുൾ കോളേജ് ഫ്രണ്ടാണ്. സീനായി ഗൈസ്. യെസ് ഗൈസ് ഇവർക്ക് വേണമെങ്കിൽ എൻ്റെ ചാനൽ അനസ് വ്ളോഗ് 21 എന്ന് അടിച്ചാൽ അതിൽ ഇഷ്ടം പോലെ ഞാൻ വട്ടം ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. അതിനോട് ഇവർക്ക് ആ ആൻസർ കിട്ടും. പക്ഷെ ആ ക്ലൂ ഞാൻ പറഞ്ഞു കൊടുക്കില്ല. കിട്ടി? കിട്ടിയോ? കിട്ടിയില്ല. കിട്ടിയോ? എനിക്ക് കിട്ടി. ഇതൊക്കെ പഠിച്ചു ആണ്. ഓക്കെ ഗൈസ് ഇവര് നമ്മളെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ഇത് പുതിയ കളിയായി ഇപ്പോ. കുറച്ചൊരു നല്ല ക്ലൂ ഇല്ല. കറണ്ട് പരമായിട്ട് തന്നെ ഗൈസ് ഇവർക്ക് എത്ര നോക്കിയിട്ടും കിട്ടിയില്ല. അപ്പോൾ ഉത്തരം എന്താണെന്ന് വെച്ചാൽ വോൾട്ടേജ് ഇല്ല. ആ ജില്ലയിലാണ് ആർക്കും പോകാൻ പറ്റാത്തത്. ആ ജില്ലയിലാണ് ഇല്ലാന്നല്ല, വോൾട്ടേജ് ഇല്ല എന്ന് പറയാ. വോൾട്ടേജ് ഇല്ല അങ്ങനെ. ഇത് കുസൃതി ചോദ്യം. ഞാനേ എൻ്റെ യൂട്യൂബിൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണത്. എല്ലാവർക്കും കൊണ്ട് ഹാപ്പി ആയി വിടുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ മാത്രം നിങ്ങൾ ഈ എടപ്പാളുള്ളവർ മൊത്തത്തിൽ ഇങ്ങനെ തോന്നുന്നു. വിവരമുള്ളത് ഇത് ഇതിന്റെ കുസൃതി ആൻസർ ഇതാണ്. പിന്നെ ഈ കുസൃതി ചോദ്യത്തിന് വോൾട്ടേജ് ഇല്ലാന്നാ കോഴിക്കോട് ഇങ്ങനെ പറയാ. അതെ എന്നാ ഞാൻ അവിടെ പോയി ചോദിച്ചോട്ടെ കേട്ടോ ഒന്ന് കോളേ ഫ്രണ്ട്. ഓക്കെ വോൾട്ടേജ് ഇല്ലാന്നാണോ പറയാ അല്ലെങ്കിൽ വോൾട്ടേജ് ഇല്ലാന്നാണോ പറയാ? അല്ലേ വോൾട്ടേജ് ഇല്ലാന്നല്ലേ? അതെ മതി. അവിടെ ഓക്കെയാണ്. അതാ ഞാൻ പറഞ്ഞത്. ക്വസ്റ്റ്യൻ ശരിയല്ല. നിങ്ങൾ പാട്ട് പഠിക്കും. എററല്ല, നിങ്ങൾ പാട്ട് പാടണം. കോളേ ഫ്രണ്ട് എവിടേക്ക് എത്തിപ്പോയി? എടപ്പാൾ വരെ വിളിച്ചതല്ലേ. ഷാഹിന വരെ ഈ വ്ളോഗിലുണ്ട്. അപ്പൊ ഷാഹിനക്ക് വേണ്ടി ഒരു പാട്ട് പാടിക്കും. നിങ്ങളെ കണക്കും തെറ്റി, കുസൃതി ചോദ്യം തെറ്റി. അപ്പൊ 2 പാട്ട് വേണം. ഇത് അടുത്ത് വരെ തെറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എക്സാം ഒക്കെ പാസ്സാവും. ഞാൻ അടുത്ത് വരെ എത്തിയില്ല. ഇന്നൊന്ന് പാസ്സാക്കി വിടുമെന്ന് ചോദിക്കോ? ഒരു ചോദ്യം കൂടി. ഇങ്ങോട്ടല്ല ഞാൻ. നിങ്ങൾ ആദ്യം നിങ്ങൾ പാട്ട് പാടിയിട്ട് ചോദിക്കാം. ഞങ്ങളുടെ രീതിയിൽ എന്നാ ചോദിക്കും. ഐസ് ഇവിടെ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകണം. നമുക്ക് ഒരു ക്വസ്റ്റ്യത്തിന് ആൻസറും കിട്ടലുണ്ടാവില്ല. ലോക്കായി. ഇന്റെ മോനെ അത് 1 മണിക്കൂർ വീഡിയോ. 1 മണിക്കൂർ. ഇന്റെ മോനെ അത് 1 മണിക്കൂർ 4 മിനിറ്റ്. വായ നോക്കുക. എന്താണ് കുസൃതി ചോദ്യം? വായ നോക്കുക ആരാണ്? ഡോക്ടർ. ഈ ഡെന്റൽ മറ്റേ ഈ പല്ലൊക്കെ നോക്കുന്ന ഡോക്ടർ. ആ ശരിയായി. ഓക്കെ ഞാൻ വെറുതെ പറഞ്ഞതാ. ആയിക്കോട്ടെ എന്നാ അടുത്ത കുസൃതി ചോദ്യം ചോദിച്ചോ. ഗൈസ് നമ്മളിപ്പോൾ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിതിൽ വിജയിച്ചു ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് വിജയിച്ചത്. ഓക്കെ നിങ്ങൾ പറയും. നമുക്ക് ഇവിടെ തന്നെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ പാട്ട് പാടിയിട്ട് പോയാൽ മതി. നിങ്ങൾ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. നല്ല പാട്ട് 2 ആൾ പാടണം. ഒരു കുട്ടി
ഒരു പൂക്കടയിൽ പോയി. ആ. പൂക്കടക്കാരൻ 3 ചോദ്യം ചോദിച്ചു. ആ അച്ഛന്റെ പേരെന്താ? ആ എന്ത് പൂ വേണം? ആ എത്ര പൂ വേണം? ആ 3നും കൂടി കുട്ടി ഒറ്റ ഉത്തരം കൊടുത്തുള്ളൂ. ആ ഉത്തരം എന്താ? പൂക്കടയായിരുന്നു. ഒരു കട പൂക്കട. ആ ഒരു കുട്ടി ചെന്നു. ആ കുട്ടി ചെന്നപ്പോ ആ കടക്കാരൻ ചോദിച്ചു എത്ര പൂ വേണം, ഏത് പൂ വേണം, എന്നെ അച്ഛന്റെ പേരെന്താ? 3നും കൂടി ആ കുട്ടി ഒറ്റ ഉത്തരം പറഞ്ഞോളൂ. എന്താണോ ഉത്തരം? പറയൂ ഗൈസ്, പറയൂ യൂട്യൂബല്ലേ. ഒരു പൂക്കടയിൽ പോയി. ഒരു പൂക്കട. ആ ഒരു കുട്ടി പോയി. ഒരു കുട്ടി പൂക്കടയിൽ പോയി. പോയി. ആ അപ്പൊ പൂക്കടക്കാരൻ ചോദിച്ചു 3 ചോദ്യം ചോദിച്ചു. 3 ചോദ്യം ചോദിച്ചു. എത്ര പൂ വേണം, ഏത് പൂ വേണം, പിന്നെ അച്ഛന്റെ പേരെന്താ? 3നും കൂടി ഒറ്റ ഉത്തരം. അത് സത്യം പറഞ്ഞാല് എനിക്ക് ഇന്നലെ ആ സീരിയൽ കണ്ടപ്പോ എനിക്ക് അതിന്റെ ഒരു തുടക്കം. ഏത് സീരിയലാ കണ്ടേ? ജീമ്പൂമ്പ. അതേത് സീരിയലാ? അത് ഇന്നലെ ഇറങ്ങിയ സീരിയൽ. അതെ. അപ്പൊ നിങ്ങൾ പാട്ട് പഠിക്കും? അല്ല, ഈ പാട്ട് പാടേണ്ടി വരും. ആ ഞാൻ പാട്ട് പാടാം. ഞാൻ പാടും. ഡാൻസ് കളിക്കാം. കളിക്കോ? ഓ മറ്റേ ഇപ്പത്തെ പാട്ടുണ്ടല്ലോ. ആ നിങ്ങൾ ആദ്യം പാട്ട് പാട്. ആ നിങ്ങൾ ആദ്യം പാട്ട് പാട്. ടിങ്കിൾ ടിങ്കിൾ പറ്റൂല. നോ ടിങ്കിൾ പറ്റൂല. നല്ല പാട്ട് വേണം. അമ്മ എത്ര മിനിറ്റായി നിങ്ങളെടുത്ത്? ഞാൻ വെറുതെ വന്ന് പോയതാ. ലോക്കായി. ഒരു വണ്ടി വരുന്നുണ്ട്. നിങ്ങൾ ഇനി എവിടെയൊക്കെ പോകുന്നത്? ഞങ്ങൾ വീട്ടിൽ പോവാ. ഓക്കെ. ഹൈലൈറ്റ് പോകുന്നുണ്ട്. ഹൈലൈറ്റിലൊന്നും കാണാനില്ല. ഓക്കെ നിങ്ങൾ പറയും. അല്ല പാട്ട് പാടും. അമ്മയില്ലേ കുറച്ചപ്പുറത്തേക്ക് പോവാം. കറക്റ്റ് ടീമിൻ്റെ അടുത്താണ് ലോക്കായി പോയത്. നമുക്ക് ഇവിടെ തന്നെ വൈൻഡപ്പ് ചെയ്താ. ഹാപ്പി അല്ലേ? ഓ ഇവിടെ മൊത്തം ഫാൻസാണ്. ഓർക്ക് ഞാൻ 2 ജില്ലയിൽ ഒരു വിധം ആൾക്കാർ മൊത്തം കളറായി കളിക്കുന്ന നമ്മളെ ക്വസ്റ്റ്യൻ. വാ ഇങ്ങോട്ട് വാ. അവിടെ നിന്ന് ചോദിച്ചോ. അല്ല നിങ്ങൾ ഞാൻ പാട്ട് പാടണോ? ആയിക്കോട്ടെ. ഞാൻ പാട്ട് പാടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പാട്ട് നിങ്ങൾ പാടണം. ഞാൻ ഡാൻസ് അല്ലേ, ഞാൻ പാട്ട്. ഡാൻസോ? എന്നായിക്കോട്ടെ. ഡാൻസ് ഏത് ഡാൻസാ വേണ്ടേ? ആ പച്ച അതെങ്ങനെ കളിക്കല്? എന്നാ ഒരു സ്റ്റെപ്പ് കാണിക്കും. ഇങ്ങനെ ഒന്ന് അവിടെ പോയി കാണിക്കും. കാണിക്കൊന്ന് പഠിക്കാൻ വേണ്ടിട്ട്. എനിക്കറിയില്ല. എന്നാ നിങ്ങൾ പാട്ട് പാടി എന്തായാലും അത് കളിക്കും. പാട്ട് പാട്. ഞാനോ? ഞാൻ പാട്ട് പാടില്ല. നിങ്ങൾ പാട്ട് പാടുക. അതെ. ചേട്ടനെ കയ്യില് വീണുപോയി. അതെ. ഇതിപ്പോ നിങ്ങൾ 2 മണിക്കൂറാക്കോ വീഡിയോ? പാട്ട് ഡാബ്സിന്റെ പാട്ട് ആയിക്കോട്ടെ. നിങ്ങൾ എവിടെ പഠിക്കുന്നത്? ഒരു പ്രാവശ്യം പറഞ്ഞു. എവിടെ ഓർമ്മ ഉണ്ടെങ്കിൽ വളാഞ്ചേരിയിലെ. ഓക്കെ. ഡേഞ്ചർ ടീം. ഡേഞ്ചർ. ഗായത്രി ഡേഞ്ചർ. നിന്റെ പേരെന്തീനും? ഈശ ഡേഞ്ചർ. ഓക്കെ പറയൂ. പാട്ട്. ഗൈസ് ഇത് ഇപ്പോ വീഡിയോസും കയറൂല, ലെങ്ത് കൂടും ചെയ്യാം. അതെ. ഇവരുണ്ട് വീഡിയോയിലുള്ള ടീമാ. ഇവിടെ കോഴിക്കോട് സിറ്റി മൊത്തം വ്ളോഗിലുണ്ട്. ആ പഠിക്കും. യെസ് പപ്പ. എല്ലാ ജോണി കളിക്കുകയാണെങ്കിൽ ഞാൻ ഡാൻസ് കളിക്കൂല. ജോണി എന്ത് പാട്ടാത്? ജോണി പാടാൻ പറ്റൂല. ഞാൻ പറയുന്ന പാട്ട് നല്ല അടിപൊളി പാട്ടായിരിക്കണം. ഞാൻ പറയുന്ന ഡാൻസ് ഇവിടെ കളിക്കണ്ടേ? ഓ ഞാൻ ഇവിടുന്ന് കളിച്ചാ പോരെ? അവിടുന്ന് ഞാൻ കളിക്കും. വടിയാവുന്നു. ഓക്കെ ഞാൻ പറയും. പാട്ട് പാടും. മറ്റേ കൽബിലുള്ള പാട്ട് പാട്. പുഴയോളം മഞ്ച്. ആ പാട്ട് പാട്. പുഴയോളം മഞ്ച് ആയതാ കണ്ണില് മഞ്ച് പറയാതെ നെഞ്ചിരി കൊഞ്ചര വയ്യ.
ഓക്കെ എന്നായിക്കോട്ടെ ബൈ ബൈ ടാറ്റ. ഓക്കെ അപ്പോൾ ഡാൻസ് ചെയ്യാൻ പിന്നെ കളിച്ച പോലെ സ്കിപ്പ് ആയതാണ്. എന്നാ ഡാൻസ് ചാനലിന്റെ പേര് പറ. ചാനലിന്റെ പേര് ജീം ബൂം ബാ നല്ല സീരിയലില്ലേ? സീരിയല്. ഓക്കെ ഞാൻ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് ഞാൻ ചാനൽ പറഞ്ഞുതരാം. ഗൈസ് നമ്മളെ ചാനലൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ അല്ലേ? വളഞ്ചേരിയുള്ള ആൾക്കാർക്ക് ഒരു ആയി പറഞ്ഞു. ഓക്കെ എടപ്പാളുള്ള ഒരു ആയി പറഞ്ഞു. നിങ്ങൾ രണ്ടാളും എടപ്പാളാണ്. ഞാൻ പഠിക്കണത് എടപ്പാളാണ് പഠിക്കുന്ന വളഞ്ചേരി. വളാഞ്ചേരി പഠിക്കണം, ഞാൻ എറണാകുളം പഠിക്കണം. ഓക്കെ അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒരു പ്രാങ്ക് ഷോ ആണ്. ഓക്കെ ഹാപ്പി അല്ലേ? ഓക്കെ അപ്പം എന്നാലും ഒന്നുകൂടി വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ ഗൈസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളത്തെ വീഡിയോസ് കാണാം. ബെൽ ബട്ടനൊക്കെ അടിച്ചിടണം. പുതിയ വീഡിയോസ് നാളെ ഞാൻ ഇറക്കുന്നതാണ്. നാളെ 5 മണിക്ക് കാണാം. ഇത് എന്നോട് അറിയാണ്ട് കുറച്ച് ലെങ്ത് ആയിപ്പോയി, കുറച്ച് ലെങ്ത് കൂടിപ്പോയതാണ്. ഓക്കെ